ഫലസ്തീൻ ഒരു തുറന്നു കിടക്കുന്ന ജയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു തലക്കെട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. ലോകത്ത് ഇത്രത്തോളം കലുഷിതമായ വേദനകൾ നിറഞ്ഞ കൂട്ടക്കരച്ചിലുകൾ നിറഞ്ഞ മറ്റൊരു പ്രദേശവും വേറെയില്ല. ദിവസവും വേദനിപ്പിക്കുന്ന കരളലിയിപ്പിക്കുന്ന വാർത്തകൾ മാത്രമാണ് ഫലസ്തീനിൽ നിന്ന് നമ്മളെ തേടി വരാറ്. ദിവസങ്ങളായിട്ട് അവിടെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെന്നോ വലിയവരെന്നോ ഇല്ലാതെ ആളുകൾ നിരന്തരം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അതിരക്തരൂക്ഷിതമായ സാഹചര്യങ്ങളിലേക്കാണ് ഫലസ്തീൻ ദിവസവും കാലെടുത്ത് വെക്കുന്നത്. സത്യത്തിൽ എന്താണ് ഫലസ്തീനിൻ്റെ കഥ? ആ ചരിത്രം എന്താണ്? പലരും ഫലസ്തീനിന് വേണ്ടി നമ്മൾ പലപ്പോഴൊക്കെ മുറവിളി കൂട്ടുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ്റെ കഥ? എവിടെയാണ് അത് ഒളിഞ്ഞു കിടക്കുന്നത്? ഫലസ്തീൻ ആരുടെ മണ്ണാണ്? സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ജൂതർ തന്നെയാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ? തുടങ്ങിയ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ ഒരു ചെറിയ വീഡിയോ. വളരെ ഹൃസ്യമായിട്ട് ആ ഫലസ്തീൻ്റെ കഥ പറയുകയാണ് നമ്മൾ. മതങ്ങളുടെ വേലിക്കെട്ടുകൾക്കൊക്കെ അപ്പുറത്ത് ഇസ്ലാമിനും ക്രിസ്ത്യൻസിനും ജൂതർക്കൊക്കെ പവിത്രമായ ഒരു പ്രദേശമാണ് ജെറൂസലേം അഥവാ ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫലസ്തീൻ്റെ പ്രദേശങ്ങൾ. അവിടെ എല്ലാ മതക്കാർക്കും അവരുടേതായ പവിത്രമാക്കപ്പെട്ട സ്ഥലങ്ങളും ആരാധന കർമ്മങ്ങളും അവരുടേതായ ചരിത്രങ്ങളും ഒക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത്രത്തോളം തന്നെ പല മതക്കാരും വർഷങ്ങളായി ആ മണ്ണിന് വേണ്ടി നിരന്തരം പോരാടുകയും നിരന്തരമായിട്ട് യുദ്ധങ്ങൾ നടത്തുകയും രക്തം ചിന്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നമ്മൾ എത്തി നോക്കുമ്പോൾ അവിടെ രക്തം മുട്ടോളം എത്തി തളം കെട്ടിക്കിടന്ന ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് അധ്യായങ്ങൾ ചരിത്രത്തിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഫലസ്തീൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോഴാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഏടുകളിലേക്കല്ല നമ്മൾ സത്യത്തിൽ നോക്കേണ്ടത്, മറിച്ച് അത് വർഷങ്ങൾക്ക് മുൻപാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ബൈബിളും ഖുർആനും ഒക്കെ വെച്ച് നമ്മൾ ആ വിഷയം വിലയിരുത്തുമ്പോഴാണ് നമുക്ക് ഫലസ്തീൻ്റെ യഥാർത്ഥ ചരിത്രം നമ്മുടെ മുന്നിൽ അവതീർണമാകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതിന് ശേഷമാണ് ഇസ്ലാമിൽ ഏറ്റവും പവിത്രമായിട്ട് നമ്മൾ കാണുന്ന ഈ മസ്ജിദുൽ ഹറാമും കഅബയൊക്കെ പവിത്രമാവുന്നതെങ്കിൽ മറ്റ് മുൻപ് വന്ന പ്രവാചകന്മാരുടെ കാലത്തെല്ലാം അവിടെ എല്ലാം കൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും വളരെ സവിശേഷമായൊരു പ്രദേശമാണ് ഫലസ്തീൻ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ്റെയും കാലടി പതിഞ്ഞിട്ടില്ലാത്ത ഒരു മണ്ണും ഫലസ്തീനിലില്ല. എല്ലാ പ്രവാചകന്മാരും വന്ന് അവരുടെ കേന്ദ്രസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പരിശുദ്ധമായ ഇടമാണ് ആ ഫലസ്തീൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയെ വിശുദ്ധമാക്കി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയെ വിശുദ്ധമാക്കി, അള്ളാഹു സ്വയം മസ്ജിദുൽ അഖ്സയെ അഥവാ ഫലസ്തീനെ വിശുദ്ധമാക്കി. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ബർക്കത്ത് ചെയ്ത പരിശുദ്ധമാക്കിയ ഇടമാണ് ആ ഫലസ്തീൻ. അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആരാണ് ഈ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ പവിത്രമാക്കപ്പെട്ട ആ പള്ളി പണിതത് എന്ന ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോഴാണ് ആദ്യമായിട്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമുമാണ് ഫലസ്തീനിലെ ആ മസ്ജിദുൽ അഖ്സ പണി കഴിച്ചത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. പക്ഷേ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നത് അത് മലക്കുകൾ വഴി അള്ളാഹു ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ പണിത ഒരു പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ ഹറമിന് ശേഷം ലോകത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഗേഹമായിട്ടാണ് മസ്ജിദുൽ അഖ്സയെ പല പണ്ഡിതന്മാരും നോക്കി കാണുന്നത്. മലക്കുകൾ പണിതതിന് ശേഷം പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രളയം സംഭവിക്കുന്നുണ്ട്. ആ പ്രളയത്തിന് ശേഷം മസ്ജിദുൽ അഖ്സയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. അതിനുശേഷമാണ് അതിൻ്റെ കറ്റകുറ്റ പണികൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പിന്നീട് ആ ഇടത്ത് തന്നെ ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും പണിയുന്നത് എന്നാണ് പ്രബലമായ പണ്ഡിതരെല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. അറേബ്യയുടെ ചരിത്രം നമ്മൾ ചെയ്തപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെ ഫലസ്തീനിൽ തന്നെ വളർത്തുകയും ചെയ്യുകയാണ്. ഈ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം. ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. ബനു ഇസ്രായേൽ എന്ന് ഖുർആനിൽ പലവട്ടം പേര് വിളിക്കുന്നത് ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയാണ്. പിന്നീട് എല്ലാ പ്രവാചകന്മാരും മാറി മാറി വരുന്നത് ആ സമൂഹത്തിലേക്കാണ്. ഈ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഇസ്രായേൽ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കഥയും നമ്മളൊക്കെ അവിടെ വായിക്കാൻ സാധിക്കും.
ബൈബിളിലെ കഥയാണ്. ഒരു ദിവസം ഈ യാക്കൂബ് നബി അലൈഹി സ്വലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദൈവം ആ വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ബൈബിൾ സാക്ഷ്യം. എന്നിട്ട് ദൈവവും ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമും ഒരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നു. ദൈവത്തിന് യാക്കൂബ് നബി അലൈഹി സ്വലാം പിടിച്ചു വെക്കുന്നു ശക്തമായിട്ട്. അവസാനം ദൈവം കേണപേക്ഷിക്കുകയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട്, എന്നെ ഒന്ന് വെറുതെ വിടണം, എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ആ സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുകയാണ്, ഇല്ല, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിങ്ങളെ പോകാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ചോദിക്കുന്നു, നിങ്ങളുടെ പേരെന്താണ്? സമയത്ത് പറയുന്നുണ്ട് യാക്കൂബ് എന്നാണ്. അപ്പോൾ ദൈവം പറയുന്നു, അല്ല, ഇന്നു മുതൽ നീ ഇസ്രായേലാണ്. ദൈവത്തോടും മനുഷ്യരോടും എല്ലാം മൽപ്പിടുത്തത്തിൽ വിജയിച്ച ശക്തനായ ആ പോരാളിയാണ് നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ എന്ന പേര് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് നൽകിയത് എന്നാണ് ബൈബിളിലെ സാക്ഷ്യം. അഥവാ ദൈവത്തെ നിർബന്ധിപ്പിച്ച് തനിക്ക് അനുഗ്രഹം ചോദിച്ചു വാങ്ങിയ ആളായിട്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ ഇസ്രായേൽ എന്ന പേരിൽ ബൈബിൾ അവതരിപ്പിക്കുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് 12 മക്കളായിരുന്നു. അവരാണ് പിന്നീട് ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ 12 മക്കളിൽ ഏറ്റവും ശക്തരായ ഒരു ഗോത്രം എന്നുള്ളത് യൂദയുടെ ഗോത്രക്കാരാണ്. ആ യൂദരാണ് പിന്നീട് അവർ സ്വയം യൂദർ എന്ന വിളിപ്പേരിൽ പിന്നീട് ജൂതർ എന്ന തരത്തിലേക്ക് പിന്നീട് മാറി വരുന്നത്. അവരുടെ ചരിത്രങ്ങൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നീങ്ങുമ്പോഴാണ് ഇവർ താമസിച്ചിരുന്ന ഇടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ബൈബിളിലും ഖുർആനിലൊക്കെ പറയുന്ന കാനാൻ ദേശം അഥവാ കനാനിലെ പ്രദേശങ്ങളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അഥവാ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും അവിടേക്ക് പിന്നീട് പിറക്കുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവർ ജനിക്കുന്നതും വളരുന്നതൊക്കെ കനാൻ എന്ന പ്രദേശത്താണ്. അവരുടെ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റിൽ കൊണ്ടുപോയിരുന്നതും അവിടെ നിന്ന് കച്ചവടക്കാർ വന്ന് അവരുടെ അടിമയാക്കിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ട് ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്ന കഥയൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. അങ്ങനെ അവർ വളരുന്ന പ്രദേശമായിരുന്നു കനാൻ എന്ന പ്രദേശം. അതൊക്കെ ഫലസ്തീനിന്റെ ഭാഗങ്ങളാണ്. അങ്ങനെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പിന്നീട് ഈജിപ്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം അവിടുത്തെ മന്ത്രിയും രാജാവും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരു വരൾച്ചയുടെ കാലത്താണ് പിന്നീട് ഈ കനാനിൽ നിന്ന് ഇവരുടെ സഹോദരന്മാരും പിതാക്കളൊക്കെ ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ, തൻ്റെ സഹോദരനെ മുൻപ് അത്രയും വർഷം അവർ പീഡിപ്പിച്ച് കിണറ്റിൽ കൊണ്ടുപോയിട്ട് മകൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ കൊട്ടാരത്തിലെ രാജാവായി എന്ന സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് അവർ പിന്നീട് അവരുടെ താമസം പിന്നീട് ഈജിപ്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ തലമുറക്കാർ പിന്നീട് ഈജിപ്തിലേക്ക് വരുന്നത്. ഈജിപ്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരുടെ കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഈ ബനു ഇസ്രായേലികൾ ഈജിപ്തിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുന്നു. പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മരണശേഷം അവിടുത്തെ ഈ സമൂഹം പിന്നീട് വന്ന രാജാക്കന്മാരുടെ കീഴിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ജനിക്കുന്ന മക്കളെ എല്ലാം കൊന്നുകളയാൻ അവിടുത്തെ ഫറോവന്മാർ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാം അവരുടെ കൊട്ടാരത്തിൽ പിറക്കുന്ന കഥയൊക്കെ നമുക്ക് വളരെ സുപരിചിതമായ രേഖകളാണ് അതൊക്കെ. അതൊന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. അങ്ങനെ ഈ ബനു ഇസ്രായേലികളെ ആക്രമിക്കുന്ന അവരുടെ ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയുന്ന ആ സാഹചര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഈ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ വളർത്തുന്നത്. ആ കഥകളൊക്കെ നമുക്ക് സുപരിചിതം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പിന്നീട് ഈ ബനു ഇസ്രായേൽ സമൂഹത്തെയും കൊണ്ടാണ് ഈ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരെ അവരുടെ ജന്മസ്ഥലമായ ഈ കനാനിലേക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ വളരെ അത്ഭുതകരമായി ചെങ്കടൽ പിളർത്തിയൊക്കെയാണ് ഈ ബനു ഇസ്രായേലികളെ മൂസാ നബി അലൈഹി സ്വലാം അവിടെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്കിനി പരിശുദ്ധമായ ആ പുണ്യ ഭൂമിയിലേക്കാണ് കടക്കാനുള്ളത്. ആ സമയത്ത് ആ ബനു ഇസ്രായേലികൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്, അനാദരവ് കാണിക്കുന്നുണ്ട്. അഥവാ ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെങ്കടൽ പിളർത്തിയിട്ടാണ് അവരെ ഈജിപ്തിൽ നിന്ന് ഈ പുണ്യഭൂമിയിലേക്ക് മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവരുന്നത്. ആ സമയത്തും അവരുടെ അജ്ഞതക്കും അവരുടെ അനാദരവിനും ഒന്നും ഒരു കുറവ് സംഭവിക്കുന്നില്ല. അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നത്, നീയും നിന്റെ ദൈവവും പോയിട്ട് ഈ ഇവിടെയുള്ള ആളുകളോടൊക്കെ യുദ്ധം ചെയ്യണം, എന്നിട്ട് നമുക്ക് അവിടെ പ്രവേശിക്കാം, ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഈ ബനു ഇസ്രായേലികൾ ഇവരോട് പറയുന്നത്. അതായിരുന്നു ഇവരുടെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന് വളരെ വിഷമം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഇത്രയും കാലം താൻ ഈ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കണം എന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയും ആ ഫറോവയുടെ കീഴിൽ നിന്ന് ഇവരെ ആക്രമണത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് വരുമ്പോഴാണ് ഇവർ ഈ വാക്കുകളൊക്കെ പറയുന്നത്. അങ്ങനെ ആ 10,000-ഓളം വരുന്ന ആളുകളിൽ നിന്ന് 1 or 2 പേര് മാത്രമാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും ഇവരെ എതിർത്തുകൊണ്ട് വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു. അവർക്കുള്ള ശിക്ഷയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ അലയാൻ വേണ്ടിയിട്ട് അവരെ വിടുന്നത്. അതവർക്കുള്ള ഒരു ശിക്ഷയായിരുന്നു യഥാർത്ഥത്തിൽ. ബൈബിളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈ ബനു ഇസ്രായേൽ സംഘം എത്രയോ വർഷക്കാലം 40 വർഷക്കാലം അവൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ അലയുകയാണ്.
ഖുർആനിലൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് വേദിയാകുന്ന സ്ഥലം ഈ മരുഭൂമികളാണ്. അഥവാ അവർക്ക് മഞ്ഞും സെൽവയും അടങ്ങിയ തളികകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹം ചെയ്ത മറ്റൊരു സമൂഹം വേറെയില്ല. അവർക്ക് മഞ്ഞും സെൽവയും അടങ്ങുന്ന സ്വർഗീയ പാനീയങ്ങളും ഭക്ഷണങ്ങളും അടങ്ങുന്ന തളികകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നു. മാത്രമല്ല അവർക്ക് വേണ്ടി അരുവികൾ നിർമ്മിച്ചു കൊടുക്കുന്നു. തുടങ്ങി ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കുന്നത് ഈ ഒരു മരുഭൂമി പശ്ചാത്തലമാക്കിയുള്ള പ്രദേശത്ത്. കാരണം അവർക്ക് മരുഭൂമിയിലൂടെ 40 വർഷം അലയാൻ വേണ്ടിയിട്ട് അള്ളാഹു അവരെ വിടുകയാണ്. അവരെ 40 വർഷം ഈ പുണ്യഭൂമിയിലേക്കുള്ള പ്രവേശനം അള്ളാഹു കർശനമായി നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് മറ്റേ ആ പശുവിന്റെ സംഭവം, പശുവിനെ കൊന്നിട്ട് വാല് കൊണ്ട് അടിക്കാൻ പറയുന്ന സംഭവം, അതൊക്കെ നടക്കുന്നത് ഈ മരുഭൂമി ഈ 40 വർഷ കാലയളവിലാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്ന ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുക എന്ന വലിയ ആഗ്രഹം ഈ ഇവരുടെ ഒരു സ്വഭാവം കൊണ്ടും അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ കാരണത്താലും മൂസാ നബി അലൈഹി ഇസ്ലാമിന് നടക്കാതെ പോവുകയാണ്. ആ വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മൂസ, നീ അവരുടെ ചെയ്തികൾ കാരണം നീ വിഷമിക്കരുത്, അള്ളാഹു നിനക്ക് നല്ല പ്രത്യുപകാരങ്ങൾ വീണ്ടും തരുമെന്നൊക്കെ ഖുർആനിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ 40 വർഷക്കാലം ഇവർ മരുഭൂമിയിലൂടെ അലയുകയാണ്. എന്തിനായിരുന്നു ഈ 40 വർഷക്കാലം എന്നതിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടിയുണ്ട്. ഈ തലമുറ അവസാനിച്ച് അടുത്ത ഒരു തലമുറയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അത്രയും കാലയളവ് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അഥവാ ഈ സമൂഹം മുഴുവനും കഴിഞ്ഞു പോയി അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത്രയും കാലത്തോളമാണ് ഇവരെ ആ പുണ്യഭൂമിയിൽ നിന്ന് അള്ളാഹു വിലക്കിയത്. ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിലേക്ക് വിടവാങ്ങുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു ആ പുണ്യഭൂമി എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവെ എന്നെ മരിപ്പിക്കണമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ പുണ്യഭൂമി മുന്നിൽ കണ്ടുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഈ ലോകത്തോട് വിട പറയുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖബർ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ആ ചുവന്ന മണൽ കൂനക്ക് മുകളിലായിരുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ട് ബുഖാരിയിലുള്ള ഹദീസുകൾ നമുക്ക് ഇപ്പോഴും കാണാം. പക്ഷേ ബൈബിളിലും ഇതേ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാം ആ പുണ്യഭൂമി കൺമുന്നിൽ കണ്ടുകൊണ്ട് വിടവാകുന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ബൈബിളിൽ ഇങ്ങനെ ഒരു പരാമർശം കാണാം, ആ ഖബർ ആർക്കും അറിയില്ല എന്ന്. ആ ഒരു അത്രയും വർഷക്കാലം മുമ്പ് നടന്ന സംഭവം പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഖബർ കാണിച്ചു തരുമായിരുന്നു എന്ന്. ഒരുപാട് അത്ഭുത സംഭവങ്ങളുടെ ഉൾക്കൊള്ളൽ കൂടി ആ ഒരു വേളയിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മരണശേഷം അവിടേക്ക് എത്തുന്നത് യൂഷ ഇബ്നു നൂൻ പ്രവാചകനാണ്. യൂഷ ഇബ്നു നൂൻ അലൈഹി ഇസ്ലാമിനെ നമ്മൾ കാണുന്നത് ഖിളർ നബിയുടെ അടുത്തേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം പോകുന്ന ആ കപ്പലിലൊക്കെ പോകുന്ന യാത്രയുണ്ടല്ലോ, ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള ആളാണ് യൂഷ ഇബ്നു നൂൻ. അദ്ദേഹം പ്രവാചകനാണ് എന്നാണ് അധിക പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഈ യൂഷ ഇബ്നു നൂൻ അലൈഹി ഇസ്ലാമും കൂടെ ഉണ്ടായിരുന്ന ഈ ബനൂ ഇസ്രായേൽ സൈന്യങ്ങളും ഈ പുണ്യഭൂമി കീഴടക്കാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സജ്ജരായ സൈന്യത്തോടു കൂടെയാണ് അവർ അന്ന് ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വലിയ സൈന്യവുമായിട്ട് അവർ പോകുന്നു. വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കാനിരിക്കുകയാണ്. അവരുടെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച അവർക്ക് യുദ്ധം ചെയ്യാൻ അനുവദനീയമായിരുന്നില്ല. ആ സമയത്ത് ആ യൂഷ ഇബ്നു നൂൻ അലൈഹി ഇസ്ലാം അസ്തമിക്കാൻ പോകുന്ന സൂര്യത്തോട് പറയുന്നുണ്ട്, നീയും അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, ഞാനും അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് നീ ഈ യുദ്ധം വിജയിക്കുന്നത് വരെ നീ അസ്തമിക്കരുത് എന്ന് സൂര്യത്തോട് കൽപ്പിക്കുകയാണ്. സൂര്യൻ അവിടെ നിശ്ചലമായി നിന്നുവെന്നും ആ യുദ്ധം യൂഷ ഇബ്നു അലൈഹി ഇസ്ലാമിന് അടക്കമുള്ള ബനൂ ഇസ്രായേലികൾ വിജയിക്കുന്നത് വരെ തുടർന്നു പോയി എന്നതൊക്കെയാണ് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. അങ്ങനെയാണ് ഈ പുണ്യമാക്കപ്പെട്ട പ്രദേശത്തേക്ക് ബനൂ ഇസ്രായേലികൾ വീണ്ടും അവിടേക്ക് പ്രവേശനം നടത്തുന്നത്. ബൈബിളിലും ഇതേ വാക്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് വായിക്കാൻ സാധിക്കും. പിന്നീട് അവരെ തിരിച്ച് കീഴടക്കുന്നത് അമാലികളുടെ രാജാവായിരുന്ന ജാലൂത്താണ്. പിന്നീട് ഈ ബനൂ ഇസ്രായേലികളെ കീഴടക്കിയിട്ട് ആ പുണ്യഭൂമി കീഴ്പ്പെടുത്തുന്നത്. തൊട്ട വർഷങ്ങൾക്ക് ശേഷം തന്നെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല താലൂത്തിനെ പറഞ്ഞയക്കുന്നു. ഈ ജാലൂത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് താലൂത്ത് വീണ്ടും ആ പ്രദേശം പുണ്യഭൂമി വീണ്ടും തങ്ങളുടെ കൈപ്പിടിയിലാക്കുന്നുണ്ട്, മുസ്ലിങ്ങളുടെ കൈപ്പിടിയിൽ തന്നെ ആക്കുന്നുണ്ട്. ആ താലൂത്തിന്റെ സൈന്യത്തിൽ, അവരെ കീഴ്പ്പെടുത്തുന്ന ആ താലൂത്തിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു യോദ്ധാവായിരുന്നു ദാവൂദ് എന്ന പേരിലുള്ള ഒരു കുട്ടി. വളരെ യുവാവായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് പ്രവാചകത്വം ലഭിക്കുന്ന ദാവൂദ് നബി അലൈഹി സ്വലാമായിട്ട് മാറുന്നത്. ഈ ദാവൂദ് നബി അലൈഹി സ്വലാം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ രാജാവായിട്ട് വരുന്നു. അവിടെ രാജാവാണ് എന്ന് മാത്രമല്ല, അവർക്ക് ഒരുപാട് സുവിശേഷങ്ങളും വേദഗ്രന്ഥങ്ങളൊക്കെ പിന്നീട് അവതീർണമാകുന്നത് ഈ ദാവൂദ് നബി അലൈഹി സ്വലാമിലൂടെയാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നു. പിന്നീട് അവിടെ രാജാവാകുന്നത് ഈ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനായ സുലൈമാൻ നബി അലൈഹി സ്വലാമാണ്. സോളമൻ എന്നും ശലമോൻ എന്നൊക്കെ പേരിൽ പല മതഗ്രന്ഥങ്ങളും നമ്മൾ വായിക്കുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം, അഥവാ ഒരു ഫലസ്തീനിന്റെയും ആ പുണ്യഭൂമിയുടെ ഒക്കെ വളരെ സുവർണ്ണ കാലഘട്ടമായിട്ടാണ് ചരിത്രം ആ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തെ വായിക്കുന്നത്. അഥവാ ലോകം മുഴുവൻ അടക്കി വായുന്ന ഒരു രാജാധികാര പദവിയിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം ഉയരുന്നുണ്ട്.
പറയുന്നുണ്ട്. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജിന്നുകളും മറ്റു ഒരുപാട് സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുണ്യഭൂമിയിൽ ഒരുപാട് മനോഹരമായ സൗധങ്ങൾ, ഒരുപാട് കെട്ടിടങ്ങൾ, പള്ളികൾ, അതുപോലെ തന്നെ ഒരുപാട് പള്ളികളും ഒക്കെ അവിടെ പണി കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവിടെ ഒരുപാട് ആരാധനാലയങ്ങളൊക്കെ പണിയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം നടത്തിയ അക്കാലത്തുള്ളൊരു പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ, എനിക്ക് നീതിയോടെ വിധി കൽപ്പിക്കാനുള്ള ഒരു കഴിവ് നീ തരണം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉടനെ മറുപടി കൊടുക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ വളരെ സുവ്യക്തമായ കാര്യമാണിത്. അങ്ങനെ ആ ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് നീതിയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്ക് നൽകണം എന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന, എനിക്ക് ശേഷം ആർക്കും നൽകാത്ത തരത്തിലുള്ള രാജാധികാരവും എനിക്ക് നൽകണമെന്നായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന തരത്തിലേക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ശേഷം പിന്നീട് ആരും അങ്ങനെ വാഴാത്ത തരത്തിലേക്കുള്ള രാജാധികാരവും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പ്രാർത്ഥന, ഈ ആരാധനാലയത്തിൽ ഇവിടുത്തെ മസ്ജിദുൽ അഖ്സയിൽ വന്നുകൊണ്ട് ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ അവരെ അവരുടെ ഉമ്മ പ്രസവിച്ചതുപോലെ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തരാക്കിയിട്ട് അവരുടെ പാപമോചനം നടത്തി കൊടുക്കണം എന്നതായിരുന്നു പ്രാർത്ഥന. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥനക്കും അള്ളാഹു ഉത്തരം നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എന്ന്. ഈ ഹദീസ് കേട്ടതിന് ശേഷം ഇബ്ൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം പലവട്ടം ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയും അവിടെ നിന്ന് നിസ്കരിക്കുകയും ശേഷം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ തിരിച്ച് മദീനയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അഥവാ അവിടുന്ന് വെള്ളം കുടിക്കുകയും ചെയ്യാത്തത് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം, ഞാൻ അതിനു വേണ്ടി മാത്രം വന്നതാണ് എന്നൊരു ഉദ്ദേശബുദ്ധി കൊണ്ട് മാത്രമാണ്. സ്വഹാബത്തിന്റെ സ്ഥാനം നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ പല സ്വാഭാവികമായ ചരിത്രത്തിലും നമ്മൾ ഈ സംഭവം കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്താനും അവിടെ നിന്ന് നിസ്കരിക്കാനും ഒക്കെയുള്ള ഈ പാപമോചനത്തിൻ്റെ മഹത്തരമായ തൗഫീഖൊക്കെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പിന്നീട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്ത് സംഭവിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷമാണ് പിന്നീട് ബാബിലോണിയ ഭരിച്ചിരുന്ന നബൂഖദ്നസർ രണ്ടാമൻ വന്നുകൊണ്ട് ഈ പ്രദേശം പിന്നീട് കീഴടക്കുന്നത്. നമ്മൾ ചരിത്രം വളരെ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്ത് സംഭവിക്കുന്നു, നബൂഖദ്നസർ രണ്ടാമൻ വന്നുകൊണ്ട് പിന്നീട് ഈ പ്രദേശം കീഴടക്കുകയാണ്. അതിനുശേഷം ഈ ബാബിലോണിയ ഭരിച്ചിരുന്ന ഈ നബൂഖദ്നസറിൻ്റെ കീഴിൽ പിന്നീട് അടുത്ത് വരുന്ന പ്രവാചകൻ അദ്ദേഹം ഈ പ്രദേശം കീഴടക്കുന്നുണ്ട്. പിന്നീടാണ് യഹ്യാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ അവിടെ കാണുന്നുണ്ട്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെയും യഹ്യാ നബി അലൈഹി ഇസ്ലാമിന്റെയും മറിയം ബീവിയുടെ ഒക്കെ ചരിത്രം പിന്നീട് നടക്കുന്നത് ഇതേ പ്രദേശത്താണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രവാചകന്മാരുടെയും സംഗമ ഭൂമിയാണിത്. നേരത്തെ ഒരു പണ്ഡിതന്റെ കോട്ടിക്ക് നമ്മളോട് ചേർത്തു, ഒരു പ്രവാചകന്റെയും കാലടികൾ പതിഞ്ഞിട്ടില്ലാത്ത ഒരു മണ്ണും മസ്ജിദുൽ അഖ്സയിലോ ഫലസ്തീനിലോ ഇല്ല എന്നുള്ളത്. അത്രയും പരിശുദ്ധമായ ഒരു പ്രദേശമാണിത്. പിന്നീടാണ് അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് മറിയം ബീവിക്ക് സന്തോഷ വാർത്ത നൽകുകയും അവിടെ മറിയം ബീവി പ്രസവിക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പിറവിയെടുക്കുന്ന സംഭവമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. ഈ ബനു ഇസ്രായേലികളുടെ സ്വഭാവം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, അവരുടെ സംബന്ധിച്ചാൽ ഇത്രയും പ്രവാചകന്മാർ അവരിലേക്ക് തന്നെ അയക്കാനുള്ള കാരണം അവരെ സംസ്കരിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു. അവരുടെ ഈ യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ അവർ കൊന്നുകളയുകയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും അവർ കുരിശിലേറ്റുകയാണ് സമയത്താണ് അള്ളാഹു ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വാനലോകത്തേക്ക് ഉയർത്തുന്നതൊക്കെ. അങ്ങനെ എല്ലാ ഒരുപാട് പ്രവാചകന്മാരെ അവർ ഇതുപോലെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അത്രയും അനുസരണ കേട് കാണിക്കുന്ന, മര്യാദക്കേട് കാണിക്കുന്ന ഒരു സമൂഹമായിരുന്നു ബനൂ ഇസ്രായേലുകൾ. അത്രത്തോളം അവർ ഈ പ്രവാചകന്മാരെയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെയൊക്കെ നിന്ദിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകന്മാരെ വധിക്കാനുള്ള അവരുടെ ധൈര്യമാണ് നമ്മൾ പലപ്പോഴും അവിടെയൊക്കെ കാണുന്നത്. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ഈ ന്യൂനപക്ഷമായിരുന്ന ക്രിസ്ത്യൻസിനെ അവിടെ നിന്ന്, അവിടുത്തെ ജൂതരായിരുന്ന ആളുകൾ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നത്. വളരെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വാനലോകത്തേക്ക് ഉയർത്തിയതിന് ശേഷം അവിടുത്തെ ക്രിസ്തീയ വിഭാഗക്കാർ അനുഭവിച്ചു പോന്നിരുന്നത്. ജൂതന്മാർ വന്നിട്ട് ഇവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവർ ഗത്യന്തരമില്ലാതെയാണ് പിന്നീട് അവിടെ നിന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് റോമിലേക്ക് പലായനം ചെയ്യുന്നത്. പിന്നീട് അവർ ആ റോമിൽ തന്നെ പാർക്കുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ കീഴിൽ അവർ അവരുടെ മതങ്ങൾക്കനുസരിച്ച് അവിടെ ജീവിച്ചു പോകുന്നു. അവിടെ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി നടക്കുന്നുണ്ട്. അഥവാ അവിടുത്തെ രാജാവായിരുന്ന കോൺസ്റ്റന്റൈൻ, അദ്ദേഹം ഒരു തീയാരാധകനായിരുന്നു. അദ്ദേഹം ഈ ക്രിസ്ത്യൻ മതത്തിൽ പിന്നീട് വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മതവും ഈ ക്രിസ്ത്യൻ മതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവരുടെ ബൈബിളിൽ പോലും ഇടപെടുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് ശേഷമാണ് പിന്നീട് ബൈബിളിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. ഇന്നും ക്രിസ്തു മതത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന ഈ കോൺസ്റ്റന്റൈൻ ആണ്. അഥവാ അദ്ദേഹം തീയാരാധകനായിരുന്നു. അവിടേക്ക് വന്ന ഈ ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ മതമൊക്കെ ചേർത്തുകൊണ്ട് ബൈബിളിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ ക്രിസ്തു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു ക്രിസ്തു മതമാണ് പിന്നീട് നമ്മൾ കാണുന്നത്.
അങ്ങനെ ഈ കോൺസ്റ്റന്റൈനും അവിടുത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികളൊക്കെ പിന്നീട് ഈ സിറിയയിലേക്ക്, അഥവാ സിറിയ എന്നറിയപ്പെടുന്നത് അന്നത്തെ ഫലസ്തീനൊക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശമാണ്, ഈ പുണ്യഭൂമികളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് അന്നത്തെ സിറിയ. ഇന്നത്തെ സിറിയ അല്ല അന്നത്തെ സിറിയ, അത് ഒരുപാട് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൊക്കെ സിറിയ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഇത്രയും പരിശുദ്ധമായ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച ആ പ്രദേശത്തെയാണ് എന്ന് നമ്മൾ ഹദീസുകൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഈ പ്രദേശം കീഴടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജൂതരെ മുഴുവനും ഈ ക്രിസ്ത്യാനികളെ ആട്ടി ഓടിച്ച് അതേ ജൂതരെ കോൺസ്റ്റന്റൈൻ്റെ കീഴിൽ വന്നുകൊണ്ട് ഇവർ വീണ്ടും തിരിച്ച് ആട്ടി ഓടിക്കുകയാണ്. അങ്ങനെ ജൂതർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ പുണ്യഭൂമിയിലേക്ക് വീണ്ടും ക്രിസ്ത്യൻസ് തന്നെ എത്തിപ്പെടുകയാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കോൺസ്റ്റന്റൈൻ വന്നതിന് ശേഷം അവിടുന്ന് ജൂതരെ ആട്ടി ഓടിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരെ, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷമാണ് ഈ കോൺസ്റ്റന്റൈൻ അവിടെ വന്ന് കീഴടക്കുന്നത്. അന്ന് തൊട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരെ ജൂതർക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശന അനുമതി തന്നെ ഇല്ലായിരുന്നു. അവരേക്ക് അവിടെ പ്രവേശിക്കുന്നതിന് അവർ നിരോധിച്ചതായിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. ചരിത്രത്തിൽ നമ്മൾ മനോഹരമായ ഒരുപാട് സംഭവങ്ങൾ ഇതിന് ശേഷം വരുന്നുണ്ട്. അഥവാ അവരുടെ പ്രാർത്ഥനാനുമതി നിഷേധത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അത് കീഴടക്കാൻ വരുന്ന ഒരുപാട് മനോഹരമായ സംഭവങ്ങളുണ്ട്. ഇതായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്ന മസ്ജിദുൽ അഖ്സയുടെയും ഈ ജെറുസലേമിന്റെയൊക്കെ ചരിത്രം എന്നുള്ളത്. പിന്നീട് പ്രവാചക കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ 3 വർഷവും മദീനയിൽ നിന്ന് 17 മാസമൊക്കെ കിബിലയായിട്ട് പരിശുദ്ധ ഗേഹമായിട്ട് ഗണിച്ചു പോന്നിരുന്ന നിസ്കരിച്ചിരുന്ന പ്രദേശമാണ് ഈ മസ്ജിദുൽ അഖ്സ. അവിടേക്ക് തിരിഞ്ഞിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കാലം നുബുവത്തിന് ശേഷം നിസ്കരിച്ചിരുന്നതൊക്കെ മസ്ജിദുൽ അഖ്സയിലേക്ക് മുഖം തിരിച്ചിട്ട് അവിടേക്ക് കിബിലയാക്കിയിട്ടാണ്. അഥവാ മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ അതേ മതമാണ് താനും സ്വീകരിച്ചത് എന്ന് ഈ ജനങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ടിയിട്ട് കൽപ്പിക്കുന്നത്. അതേ തുടർച്ചയായിരുന്നു അത് എന്ന് ഈ ലോകത്തെ മുഴുവനും അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇസ്രാ മിഅ്റാജ് സംഭവം, നമ്മൾ അതിനെപ്പറ്റിയൊക്കെ നേരത്തെ വീഡിയോ ചെയ്തതാണ്. നമ്മുടെ പ്രവാചകന്റെ സമ്പൂർണ്ണ ജീവിതം ചെയ്യുന്ന സീരീസ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ അവിടുത്തെ അവസാനം വരെയുള്ള സമ്പൂർണ്ണമായ വളരെ വിശദമായിട്ടുള്ള ചരിത്രങ്ങൾ നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ടാപ്പ് ചെയ്തിട്ട് ആ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു സംഭവം ഈ ഇസ്രാ മിഅ്റാജ് ആയിരുന്നു. അതിൽ ഇസ്രാ മിഅ്റാജ് സംബന്ധിച്ചിടത്തോളം ഈ മസ്ജിദുൽ അഖ്സയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്ര പ്രദേശം എന്നുള്ളത്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വാനലോകത്തേക്ക്, ആകാശത്തേക്കും അല്ലാഹുവിനെ കൂടിക്കാഴ്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു സംഭവമാണ് മസ്ജിദുൽ അഖ്സയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ നടക്കുന്നത്. അങ്ങനെ ഈ മസ്ജിദുൽ അഖ്സയിൽ എത്തിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നേ വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായിക്കൊണ്ട് എല്ലാ പ്രവാചകന്മാരുടെയും സംഗമ ഭൂമിയായിട്ട് ആ പ്രദേശം മാറുന്നത് ഈ അവസ്ഥയിൽ കൂടെയാണ്. അതിൽ ഏറ്റവും മനോഹരമായ ഒരു വാക്യം എന്താ വെച്ചാൽ, അക്കാലത്ത് അവിടെ റോമും പേർഷ്യ ആയിരുന്നു അക്കാലത്ത് ലോകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ശക്തികൾ എന്നുള്ളത്. അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ് പിന്നീട് AD 613 ഈ പേർഷ്യ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, റോമിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അന്ന് പേർഷ്യയിലെ കിസ്റു രാജാവ് അവിടെ ഉണ്ടായിരുന്ന അത്രയും ക്രിസ്ത്യൻസിനെ വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ പേർഷ്യ അന്ന് യുദ്ധത്തിൽ വിജയിക്കുന്നത്. വലിയ ശക്തികളായതിനു കൊണ്ട് തന്നെ ഇടയ്ക്കിടെ റോം പേർഷ്യ യുദ്ധം ഉണ്ടായിരുന്നു. അത് ഒന്നിൽ പേർഷ്യ ജയിക്കും, പിന്നീട് റോം ജയിക്കും, പേർഷ്യ ജയിക്കും, റോം ജയിക്കും, അങ്ങനെ മാറി അവരുടെ അധികാരം തെളിയിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ യുദ്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കിസ്റു വൻ സൈന്യവുമായിട്ട് AD 613 വരികയും പിന്നീട് പേർഷ്യ വന്നുകൊണ്ട് ഈ സിറിയയെ അപ്പാടെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന തരത്തിലേക്ക് പോലും വളരെ കീഴ്പ്പെടുത്തിയിട്ടാണ് അന്ന് ഇവർ റോമിനെ ഈ പേർഷ്യ കീഴ്പ്പെടുത്തുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജൂതരും മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത് പേർഷ്യ ആയിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് റോമിൻ്റെ കൂടെയായിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻസ് ആയിരുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അവർ പാരമ്പര്യം വരുന്ന ആളുകളാണ്. മാത്രമല്ല ഇസ്ലാമിൽ നടക്കുന്ന ആദ്യ ഹിജറ നജാഷി രാജാവ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻസ് ആയിരുന്നു. അദ്ദേഹം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും പുലർത്തിയിരുന്ന സഹിഷ്ണുതയൊക്കെ ഇവർ മുസ്ലിങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ റോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ അന്ന് ആ റോം പരാജയപ്പെടുന്നുണ്ട്. ഉടനെ ഖുർആൻ ആ വിഷയത്തിൽ ഇടപെടുന്നു. വളരെ കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം ഇതേ റോം തിരിച്ചു വന്നുകൊണ്ട് പേർഷ്യയെ കീഴ്പ്പെടുത്തുമെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയാണ്. ആ ഖുർആൻ പ്രസ്താവനയ്ക്ക് ശേഷം ഈ യുദ്ധത്തിന് ശേഷമാണ് കൃത്യം 9 വർഷങ്ങൾക്ക് ശേഷം ഹിറാക്ലിസ് രാജാവ് വരുന്നു. റോമിന് വലിയ സൈന്യവുമായിട്ട് അദ്ദേഹം ഇവരെല്ലാവരെയും ആ തകർന്നു പോയ റോമിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഏറെക്കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും പേർഷ്യയെ കീഴ്പ്പെടുത്താൻ വരുന്നുണ്ട്. അങ്ങനെ ഖുർആൻ പ്രസ്താവിച്ചതുപോലെ തന്നെ ലോകത്തെല്ലാവരെയും വന്ന് ഞെട്ടിച്ചുകൊണ്ട് ആ തകർന്ന് തരിപ്പണമായ റോം വീണ്ടും വന്നുകൊണ്ട് ഹിറാക്ലിസ് രാജാവിൻ്റെ കാലത്ത് വന്നുകൊണ്ട് ഈ പേർഷ്യയെ കീഴ്പ്പെടുത്തുകയാണ്.
അന്ന് അവിടെ മനോഹരമായ ഒരു സംഭവം നടക്കുന്നത് വെച്ചാൽ അക്കാലത്ത് പേർഷ്യയെ സപ്പോർട്ട് ചെയ്തിരുന്ന ജൂതര് പിന്നീട് റോമിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവർ യുദ്ധം വിജയിച്ചതിന് ശേഷം ഈ പേർഷ്യയിലുണ്ടായിരുന്ന ആളുകൾ ഇവർക്ക് ജൂതർക്കൊന്നും നൽകിയില്ല, അവർക്ക് നീതി നൽകിയില്ല, അവർക്ക് സാമ്പത്തികമായി ഒന്നും നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൂതരുടെ നിറം ഇവിടെ മാറുന്നുണ്ട്. അവർ വീണ്ടും ഈ സമയത്ത് എത്തുമ്പോഴേക്കും അവർ റോമിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഇങ്ങനെ നിറം മാറി കളിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ഇവരെ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത്. അവർക്ക് ആരാണോ അവർക്കെല്ലാം നിൽക്കുന്ന, അവരുടെ കൂടെ നിൽക്കുന്ന ഒരു അസ്തിത്വമില്ലാത്ത ഒരു സമൂഹമായിട്ടാണ് പിന്നീട് അവരവിടെ മാറുന്നത്. അതിൽ ഏറ്റവും മനോഹരമായ ഒരു സംഭവം വെച്ചാൽ റോം ജയിച്ച അതേ വർഷം തന്നെയാണ് മക്ക ഖുറൈശികളുമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ വിജയിക്കുന്നത്. രണ്ട് സമൂഹവും വിജയിക്കുന്നത് ഒരേ വർഷമാണ്. അങ്ങനെ ഈ ജൂതർ വളരെ സന്തുഷ്ടരായിരുന്നു. പക്ഷേ അവരുടെ വൈരാഗ്യങ്ങളൊന്നും അവർ മറന്നിരുന്നില്ല ക്രിസ്ത്യാനികളായിട്ട്. കാരണം വർഷങ്ങൾ മുമ്പ് അവരെ കീഴ്പ്പെടുത്തി നാട്ടിൽ നിന്ന് അട്ടിയൊടിച്ച ക്രൈസ്തവരോടുള്ള ഒരു വൈരാഗ്യവും അവർ മറന്നിരുന്നില്ല. അത് അവർ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. പിന്നീടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റോം വിജയിച്ചതിന് ശേഷം ലോകത്തുള്ള എല്ലാ രാജാക്കന്മാർക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കത്തെഴുതുന്നുണ്ട്. ഈ ഇറാഖ്ലിസ് രാജാവിനും അദ്ദേഹം കത്തെഴുതുന്നുണ്ട് റോമിലുണ്ടായിരുന്ന. അങ്ങനെ അന്ന് ജെറൂസലേമിലായിരുന്നു ഇറാഖ്ലിസ് രാജാവ്. അദ്ദേഹം അന്ന് മസ്ജിദുൽ അഖ്സ സന്ദർശിക്കാൻ വരുന്ന വേളയിലാണ്, ഈ മസ്ജിദുൽ അഖ്സയുടെ സമീപ പ്രദേശത്ത് നിൽക്കുമ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് രാജാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. രാജാവ് കത്ത് വായിച്ച ഉടനെ അദ്ദേഹത്തിന് മനസ്സിൽ വലിയ സ്വാധീനങ്ങൾ അത് ചെലുത്തുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഉടനെ അന്വേഷിക്കുന്നു, മക്കയിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് ജെറുസലേമിൽ എത്തിയ അബൂ സുഫിയാൻ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്ന അബൂ സുഫിയാനെയാണ്. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നതിന് സത്യം മാത്രം പറയണം, ഈ മുഹമ്മദ് എന്ന പ്രവാചകനാണെന്ന് വാദിക്കുന്ന ആളുടെ കത്ത് എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് സത്യം മാത്രമെന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞ ആ യാഥാർത്ഥ്യങ്ങൾ ഇന്നും വളരെ മനോഹരമായ ഏടുകളാണ്. അദ്ദേഹം സത്യം മാത്രം പറയുന്ന ആളാണ്, അദ്ദേഹം അൽ അമീനാണ്, മക്കയിൽ വിശ്വസ്തനാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രു അബൂ സുഫിയാനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. ഇറാഖ്ലിസ് രാജാവ് ഇതൊക്കെ കേട്ടതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഇറാഖ്ലിസ് രാജാവ് മറുപടി പറയുന്നു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രദേശം, ഈ മസ്ജിദുൽ അഖ്സ അടങ്ങുന്ന ഈ മനോഹരമായ പരിശുദ്ധമായ പ്രദേശം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൈകളിൽ വരും. അങ്ങനെ കൃത്യം 9 വർഷങ്ങൾക്ക് ശേഷമാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ആ മനോഹരമായ ഏടുകൾ സംഭവിക്കുന്നത്. നമ്മൾ പലവട്ടം പറഞ്ഞ, നമ്മളെ കോരിത്തരിപ്പിക്കുന്ന, രോമാഞ്ചകഞ്ചുകം അണിയിക്കുന്ന മനോഹരമായ സംഭവങ്ങൾ നടക്കുന്നത് കൃത്യം ഈ അബൂ സുഫിയാനൊക്കെ പറഞ്ഞതിന് ശേഷം കൃത്യം 9 വർഷങ്ങൾക്ക് ശേഷം. ഇറാഖ്ലിസ് രാജാവ് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരും എന്ന് പറഞ്ഞതിന് കൃത്യം 9 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് വരുന്നുണ്ട്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സാമ്രാജ്യം ഭരിക്കുന്ന കാലമാണ്. യർമുക്ക് യുദ്ധവും ഖാദിസിയ യുദ്ധമൊക്കെ നടക്കുന്നത് ഈ പരിശുദ്ധമായ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ യുദ്ധങ്ങൾക്കൊടുവിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുസ്ലിം സൈന്യം ഉപരോധിക്കുന്നു. അവസാനം ഒരൊറ്റ ചോരത്തുള്ളി പോലും പൊഴിയാതെ അവർ കീഴടങ്ങുകയാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന് മുന്നിൽ. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ഇവിടുത്തെ അടുത്ത വരുന്ന ഭരണാധികാരിക്ക് ഞങ്ങൾക്ക് തന്നെ അവരുടെ താക്കോല് കൈമാറണം. ഈ പരിശുദ്ധ പ്രദേശം, ഈ മസ്ജിദുൽ അഖ്സയെ കടങ്ങുന്ന പരിശുദ്ധ പ്രദേശം ആ അടുത്ത് വരുന്ന ഭരണാധികാരികൾക്ക് ഞങ്ങൾക്ക് നൽകണം. അത് വേണ്ടിയിട്ട് ആ ഭരണാധികാരി ഇവിടെ എത്തണമെന്ന് പറയുകയാണ്. അങ്ങനെയാണ് മദീനയിൽ ഉണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇവിടെ മസ്ജിദുൽ അഖ്സയുടെ സമീപത്തേക്ക് ഇവർ വിളിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ആ വാർത്ത മദീന പള്ളിയിലെത്തുന്നു. വളരെ വലിയ സൈന്യവുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ മസ്ജിദുൽ അഖ്സ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പോകാമായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അതിനൊന്നും തയ്യാറാകുന്നില്ല. ഒരൊട്ടകവും താനും ഒരു ഭൃത്യനും മാത്രമാണ് അന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര തിരിക്കുന്നത്. അവർ പോകുന്ന സമയത്ത് തന്നെ ഒരു വ്യവസ്ഥ വെക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് സമയം ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരിക്കുന്നു. ശേഷം ആ സമയത്ത് നടക്കുകയായിരുന്ന ഭൃത്യനെ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ഒട്ടകപ്പുറത്ത് കയറ്റുന്നു. അങ്ങനെ രണ്ടുപേരും മാറി മാറിയാണ് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട ആ സഞ്ചാരം അവസാനം മസ്ജിദുൽ അഖ്സയുടെ സമീപത്തെത്തുന്നു. മസ്ജിദുൽ അഖ്സയുടെ സമീപത്തെത്തുമ്പോൾ ആ ഭൃത്യൻ്റെ ഊഴമാണ് ഒട്ടകപ്പുറത്തിരിക്കാനുള്ള. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഭൃത്യൻ പറയുന്നുണ്ട്, ഖലീഫ ഇനി നിങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുക, ആളുകൾ നിങ്ങളെയാണ് ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്, ഞാൻ താഴെ ഇറങ്ങി നടന്നു കൊള്ളാം. ഉമർ റളിയല്ലാഹു അൻഹു, നീതിയുടെ പര്യായമായ ഉമർ റളിയല്ലാഹു അൻഹു അതിന് സമ്മതിക്കുന്നില്ല. നിൻ്റെ അവകാശമാണിത്, നീ തന്നെ ഈ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കണം. ഇവിടെ വലിയ പൊടി പൊടിക്കുന്ന ആഘോഷങ്ങൾക്ക് രംഗം ഉണരുകയാണ്. കാരണം
അവിടെ 2 കിലോമീറ്ററുകളോളം വിസ്തൃതിയിൽ ചുവന്ന പരവതാനികൾ വിരിച്ചു വെക്കുകയാണ്. കാരണം ഇനി വരുന്ന ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ശക്തനായ ഖലീഫയെ അത്യാഡംബരങ്ങളോടുകൂടെ സ്വീകരിക്കാൻ സർവ്വസജ്ജീകരണങ്ങളോടുകൂടെ ആ മണ്ണ് ഒരുങ്ങിക്കഴിയുകയാണ്. ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ചിരുന്ന ലോകത്തെ പ്രമുഖരായ എല്ലാ ബിഷപ്പുമാരെയും അവർ ആ സംഗമ വേദിക്ക് വേണ്ടിയിട്ട് ആ താക്കോൽ കൈമാറുന്ന ദാനത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്താണ് വിദൂരതയിൽ നിന്ന് ഒട്ടകപ്പുറത്തേറിയിട്ട് 2 മനുഷ്യരിങ്ങനെ നടന്നു വരുന്നത് ഇവർ കാണുന്നത്. ഉടനെ അവിടെ കൂടി നിന്നിരുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന ആളാണോ നിങ്ങളുടെ ഖലീഫ? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് മറുപടി പറയുന്നു, ഒട്ടകപ്പുറത്തിരിക്കുന്നത് ഖലീഫയുടെ ഭൃത്യനാണ്. താഴെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ച് കീറുത്തുന്നിയ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന ആ മനുഷ്യനെ കണ്ടോ? അതാണ് ഞങ്ങളുടെ ഖലീഫ ഉമർ. അവരൊക്കെ ഞെട്ടിപ്പോവുകയാണ് അവസരത്തിൽ. ആഡംബരങ്ങളുടെ വിസ്തൃതിയിൽ, അതിൻ്റെ ആർമാദത്തിൽ, അതിൻ്റെ പളപളപ്പിൽ ജീവിക്കുന്ന ഭരണാധികാരികളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ എളിമയാർന്ന ജീവിതം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നത്. കിസ്രയുടെ രാജാവ് അവിടുത്തെ ദൂതനെ പറഞ്ഞയക്കുന്നുണ്ട് മദീനയിലേക്ക് ഒരിക്കൽ. എന്നിട്ട് അദ്ദേഹം മദീനയിൽ വന്നിട്ട് ചോദിക്കുന്നത് ഖലീഫയുടെ കൊട്ടാരം എവിടെയാണെന്നാണ്. അദ്ദേഹം മദീനയിലൂടെ മുഴുവൻ അലയുന്നുണ്ട്, ഈ കൊട്ടാരം എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട്. അവസാനം അദ്ദേഹം ഖലീഫയെ കാണുകയാണ്. ഒരു ഈന്തപ്പന മരച്ചുവട്ടിൽ ഒരു ഈന്തപ്പനയോല വിരിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഖലീഫയെയാണ് കിസ്രയുടെ ഭൃത്യൻ അവിടെ വെച്ച് കാണുന്നത്. അദ്ദേഹം ഞെട്ടിപ്പോകുന്നുണ്ട്. അദ്ദേഹം ഓർക്കുന്നത് പേർഷ്യയുടെയും കിസ്രയുടെയൊക്കെ രാജാക്കന്മാരെയാണ്. സർവായുധ സജ്ജരായ പടയാളികളുടെ കൂടെയല്ലാതെ അവരൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം മനോഹരമായ ഏടുകളാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബൈത്തുൽ മുഖദ്ദസായിട്ട് സംബന്ധിച്ച് നടക്കുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ആ പ്രദേശത്തെത്തി അവിടെയുള്ള ഓരോ പ്രദേശങ്ങളും അദ്ദേഹം കാണുന്നുണ്ട്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നല്ലോ ഈ ജെറുസലേം ബൈത്തുൽ മുഖദ്ദസൊക്കെ കീഴ്പ്പെടുത്തുക എന്നുള്ളത്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം നടത്തുന്നു. ശേഷം അവിടെയുള്ള ഓരോ പ്രദേശങ്ങളും അദ്ദേഹം കാണുന്നുണ്ട്. അവിടുത്തെ ഓരോ പള്ളികളും ചർച്ചുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച് സന്ദർശിക്കുന്ന വേളയിലാണ്, ചർച്ചിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് അവിടെ ബാങ്ക് വിളിക്കുന്ന നിസ്കാരത്തിനുള്ള സമയമാകുന്നത്. ഉടനെ കൂടെ ഉണ്ടായിരുന്ന പോപ്പുമാർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഈ ചർച്ചിൽ നിസ്കരിക്കാം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എടുക്കുന്ന ഒരു മറുപടിയുണ്ട്, ഞാനിവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശേഷം വരുന്ന ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇത് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്ത്യൻ ദേവാലയം പൊളിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം മാറിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിസ്കരിക്കുന്നത്. അവിടെ പിന്നീട് മസ്ജിദുൽ ഉമർ എന്ന പേരിൽ അവിടെ പള്ളിയൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം എടുക്കുന്ന ഒരു മതനിലപാടുണ്ട്. അവിടെ മറ്റു മതക്കാരെ ബഹുമാനിക്കാനും അവരെ എപ്പോഴും കൂടെ നിർത്താൻ വേണ്ടി മാത്രമാണ് ഇസ്ലാം എന്നും കൽപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ പേരിലൊക്കെ അനിഷേധ്യമായ ഒരുപാട് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പടച്ചു വിടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് ആളുകളുടെ വാദങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഉമർ റളിയല്ലാഹു എന്ന മനുഷ്യനെ, ഉമർ റളിയല്ലാഹു എന്ന നീതിമാനായ ഭരണാധികാരിയെ വായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ മഹത്തരമായ ജീവിതം നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു നിസ്കാരശേഷം മസ്ജിദുൽ അഖ്സയുടെ സമീപത്തേക്ക് എത്തുന്നു. അന്ന് അതൊരു ജൂതരുടെ ആരാധനാലയമായിട്ടാണല്ലോ ഗണിച്ചു പോന്നിരുന്നത്. അവർ ക്രിസ്ത്യൻസ് വേസ്റ്റൊക്കെ കൂട്ടിയിടുന്ന സ്ഥലമായിരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അവിടെ എത്തുകയും തൻ്റെ സ്വയം കൈകൊണ്ട് തന്നെ വസ്ത്രങ്ങളൊക്കെ കയറ്റി വെച്ച് അവിടുത്തെ വേസ്റ്റുകൾ ഓരോന്ന് പൊറുക്കിയെടുക്കാൻ തുടങ്ങുന്നു. കൂടെ ഉണ്ടായിരുന്ന ഓരോ മുസ്ലിംസും വന്നുകൊണ്ട് അങ്ങനെ പള്ളി മുഴുവനും വൃത്തിയാക്കുന്നു. ശേഷം നിസ്കരിക്കാനുള്ള സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരികയും ആ വികാരനിർഭരമായ ബാങ്ക്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീട് സ്വഹാബത്ത് ഈ ബാങ്ക് കേൾക്കുന്നത് ഇവിടെ വെച്ചുകൊണ്ടാണ്. സ്വഹാബത്ത് എല്ലാവരും ഒരു നിമിഷം വേദനയോടുകൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മനോഹരമായ കാലഘട്ടത്തെ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നു. പിന്നീട് അവിടെ ജമാഅത്തായിട്ട് അവിടെ നിസ്കാരം നടക്കുന്നു. വളരെ മനോഹരമായിട്ട് ആ അധ്യായം അവിടെ ആരംഭിക്കുകയാണ്. കാരണം ഒരൊറ്റ തുള്ളി രക്തം പോലും ചിന്താതെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ പ്രദേശം കീഴ്പ്പെടുത്തിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ശേഷം വരുന്ന ഏടുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ രംഗം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് വേണം. കാരണം ഇതിന് ശേഷം വന്ന ആളുകൾ എങ്ങനെയാണ് മുസ്ലിങ്ങളോടും ആ പരിശുദ്ധമായ ഗേഹത്തോടൊക്കെ പ്രതികരിച്ചത് എന്ന് നമുക്ക് ഈ ചരിത്രം കൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവർക്കും, എല്ലാ മതക്കാർക്കും അവരുടേതായ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള, അവരുടേതായ ആരാധനാലയങ്ങൾ നൽകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നൽകുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഉമവി കാലഘട്ടത്ത് അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ കാലഘട്ടത്തിലാണ് ഖുബ്ബത്തു സൊഹറ എന്ന പേരിൽ നമ്മൾ മസ്ജിദുൽ അഖ്സ എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന, പലസ്തീൻ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു ഗോൾഡൻ കളർ മന്ദിരമുള്ള ഒരു പള്ളി നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ അതല്ല മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ മറ്റൊരു ചിത്രമാണ്. നമ്മൾ ഇവിടെ ചിത്രം കാണിക്കാം. ഇതാണ് മസ്ജിദുൽ അഖ്സ.
പക്ഷേ മസ്ജിദുൽ അഖ്സ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് ഖുബ്ബത്ത് സൊഹറ എന്ന ആ ഗോൾഡൻ കളറിലുള്ള ടോംബ് വരുന്നത് അത് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്ത് പണിത ഖുബ്ബത്ത് സൊഹറ എന്ന മന്ദിരമാണ്. പിന്നീട് ഹാറൂൺ റഷീദ് ഭരണാധികാരിയായി നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ റോമൻ ചക്രവർത്തി അവിടെ ഉണ്ടായിരുന്ന ചർച്ചുകളൊക്കെ പുതുക്കി പണിയാനുള്ള ആവശ്യവുമായിട്ട് ഹാറൂൺ റഷീദിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ മതക്കാരെയും അവരുടെ ബഹുമാനിക്കുകയും സ്നേഹിക്കാനൊക്കെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ഹാറൂൺ റഷീദിന് സമ്മതം നൽകുകയാണ്. അങ്ങനെ ആ റോമൻ ചക്രവർത്തിമാർ തന്നെ അവരുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ പണിക്കാരൊക്കെ വിളിച്ചിട്ട് അവർ ഈ പള്ളികളൊക്കെ അവരുടെ ചർച്ചുകളൊക്കെ പുതുക്കി പണിയുന്നു. വളരെ സൗഹാർദ്ദത്തോടുകൂടെയും എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് അബ്ബാസി കാലഘട്ടത്തിലാണ് ഇസ്ലാമിന് വളരെ ഒരു തിരിച്ചടി നൽകുന്നത്. ആ ഇസ്ലാമിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന തിരിച്ചടികൾ മുഴുവനും നമ്മളുടേതായ കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾക്കിടയിൽ ഐക്യം നഷ്ടപ്പെടുകയാണ്. അബ്ബാസി കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് സംഭവിക്കുന്നത്, നമ്മൾക്കിടയിലുള്ള ഐക്യം നഷ്ടപ്പെടുന്നത്. അങ്ങനെ അബ്ബാസി കാലഘട്ടം ഇവിടെ അബ്ബാസി റൂളർമാർ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് AD 756 അദ്ദേഹം അബ്ദുറഹ്മാൻ എന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, മുൻപുണ്ടായിരുന്ന ഉമവി ഭരണകാലം അദ്ദേഹത്തെ അവിടെ റൂളറായിരുന്നു. അങ്ങനെ സ്പെയിനിൽ പോയിട്ട് അവിടെ ഒരു ഭരണാധികാരവും അവിടുത്തെ ഒരു അധികാരവും അവിടെ ഒരു കുർദോബ ക്യാപിറ്റലായിക്കൊണ്ട് അവിടെ ഒരു ഖിലാഫത്തൊക്കെ അദ്ദേഹം ആരംഭിക്കുകയും സ്പെയിനൊരു സ്വതന്ത്ര രാജ്യമായിട്ടൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒരേ സമയം ഇസ്ലാമിക ലോകത്ത് 2 ഖലീഫമാർ നിലവിൽ വരുന്നു. മാത്രമല്ല അതേ സമയത്ത് തന്നെയാണ് തുനീഷ്യയിൽ 919 ഫാത്തിമിയ ഷിയ വിഭാഗക്കാരായിട്ടുള്ള ഫാത്തിമിയാക്കൾ എന്ത് ചെയ്യുന്നു, ഈജിപ്തിൽ അവരും അവിടെ ഒരു ഭരണാധികാരവും ഖിലാഫത്തൊക്കെ ആരംഭിക്കുന്നു. ഒരേ സമയം 3 ഖലീഫമാർ ഇസ്ലാമിക കാലഘട്ടത്തിൽ വരികയാണ്. പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ഐക്യം നഷ്ടപ്പെടുന്നു, പല ആളുകളും പലരുടെ കൂടെ നിൽക്കുന്നു, പലരും ഭിന്നമാകുന്നു. ഇങ്ങനെയുള്ള ഇതേ സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പോരടിക്കാനൊക്കെ തുടങ്ങിയ സമയത്താണ് യൂറോപ്പ് ഇത് കാണുകയും അവരെ ഈ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്താനും ആ പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്താനും പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം ഇതാണെന്ന് അവർ തിരിച്ചറിയുക. കാരണം മുസ്ലിങ്ങൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു ശക്തിക്കും അവരെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം വർഷങ്ങളായിട്ട് മറ്റുള്ള പ്രദേശക്കാരും യൂറോപ്യൻസൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഇവരെ തമ്മിൽ പോരടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ആ സമയത്ത് യൂറോപ്യൻസ് എന്ത് തീരുമാനിക്കുന്നു, ഈ മുസ്ലിങ്ങളെയും ഇവരുടെ പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് AD 1095 കുരിശു യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. വരുന്ന 200 വർഷക്കാലം 1295 വരെ അങ്ങനെ ആ കുരിശു യുദ്ധങ്ങൾ നടക്കുകയാണ്. അഥവാ അക്കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അഥവാ സാമ്പത്തികവും ഒരുപാട് പ്രതിസന്ധികൾ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മതവുമായിട്ട് ഇവർ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൂട്ടുപിടിക്കുകയാണ്. നമ്മൾ കുരിശ് യുദ്ധങ്ങളുടെ ചരിത്രം നമ്മൾ വളരെ വിശദമായിട്ട് വായിച്ചു നോക്കുമ്പോഴാണ് അതിന് പിന്നിലുണ്ടായിരുന്ന ഒരുപാട് ചതികൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. യൂറോപ്പ് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വളരെ സാമ്പത്തികമായ മാന്ദ്യത്തിലൂടെയൊക്കെ പോവുകയാണ്. ആ അവസരത്തിൽ ഇവരെന്ത് ചെയ്യുന്നു, മതം കൂട്ടുപിടിച്ചിട്ട് ഇവരെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് പോലെ ഹിന്ദു മതം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഹിന്ദു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഫാസിസ്റ്റുകൾ നടത്തുന്ന, തീവ്രവാദികൾ നടത്തുന്ന ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ അവർ ഈ ക്രിസ്തു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നടത്തിയ ഒരു പ്രക്രിയയാണ് ഈ കുരിശുദ്ധങ്ങൾ എന്നുള്ളത്. കാരണം അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് എന്ത് ചെയ്തു, പാപമോചനം, പോപ്പുമാരെന്ത് പ്രഖ്യാപിക്കുന്നു, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ക്രിസ്ത്യൻസിന് അവർ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുമെന്നുള്ള പാപമോചന ഓഫർ അവർക്ക് നൽകുകയാണ്. മാത്രമല്ല വലിയ ശമ്പളം യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇവർ നൽകാൻ തയ്യാറാവുകയാണ്. മാത്രമല്ല അവരുടെ കുടുംബത്തിന് എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നൽകാൻ തയ്യാറാകുന്നു. അങ്ങനെ യൂറോപ്പിലുണ്ടായിരുന്ന ക്രിസ്ത്യൻസിൽ അധികം ആളുകളും യുദ്ധത്തിന് വേണ്ടിയിട്ട് സജ്ജരായിട്ട് ഇവിടേക്ക് എത്തുകയാണ്. ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ് 1095. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഫലസ്തീനിലുണ്ടായിരുന്ന ജൂതരെയും മറ്റു ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങളെയൊക്കെ മൃഗീയമായിട്ട് വളരെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യുക. ചരിത്രം നമ്മൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ, അവിടെ ഉണ്ടായിരുന്ന ജൂതരെയും മറ്റു ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങളെയൊക്കെ വേവിച്ച് പച്ച മാംസം വേവിച്ച് ഭക്ഷിച്ച ഒരുപാട് സംഭവങ്ങൾ ഈ കുരിശുദ്ധ വേളകളിൽ നടക്കുന്നുണ്ട്. അത്രത്തോളം ക്രൂരമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരോട് ഈ യൂറോപ്പ് കുരിശുദ്ധത്തിൽ അവർ പെരുമാറുന്നത്. മതത്തെ കൂട്ടുപിടിച്ച് നടത്തിയ, നമ്മളൊരു മതത്തെ ഇതിൽ താറടിച്ച് അഭിപ്രായപ്പെടുന്നില്ല. ക്രിസ്ത്യൻസ് ചെയ്ത ഒരു അക്രമമായിട്ട് നമ്മളിത് കാണുന്നില്ല. കാരണം ആ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ശക്തികൾ ചെയ്ത വെറും പീഡന മുറകൾ മാത്രമായിരുന്നു ഈ കുരിശുദ്ധത്തിലൂടെ നമ്മൾ കാണുന്നത്. ഒരു മതത്തെ നമ്മൾ ഒരിക്കലും ഇതിലൂടെ കുറ്റം പറയാൻ സാധിക്കില്ല. ബൈത്തുൽ മുഖദ്ദസിൻ്റെ വേളയിലേക്ക് ഈ യുദ്ധം എത്തി നിൽക്കുമ്പോൾ
പട്ടാളക്കാർ ഇവരുടെ നേതാക്കന്മാരോടും പോപ്പുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവരുടെ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ജൂതരൊക്കെ ഒരുപോലെയാണ് താമസിക്കുന്നത്, അവർക്ക് ഡ്രസ്സുകളിലോ ഭാഷകളിലോ ഒന്നും വ്യത്യാസമില്ല. ആ സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഇതിലുള്ള ആളുകൾ തെരഞ്ഞു പിടിച്ച് കൊല്ലുക? ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന മറുപടി കിൽ ഓൾ, ഗോഡ് വിൽ സെപ്പറേറ്റ് ദം എന്നാണ്. നിങ്ങളിവരെ എല്ലാവരെയും കൊല്ലുക, ദൈവം തീരുമാനിക്കും ഇതിൽ ആരെ രക്ഷിക്കണം, ഇതിൽ അവരെ സെപ്പറേറ്റ് ചെയ്യും, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതൊക്കെ ദൈവം തീരുമാനിച്ചുകൊള്ളും. നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കാണുന്നവരെ മുഴുവനും കൊല്ലുക എന്നുള്ളതാണ് അന്ന് അവരുടെ നേതാക്കന്മാർ ആ കുരിശു സേനാനികൾക്ക് കൊടുക്കുന്ന മറുപടി. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ സമീപത്ത് കൂട്ടക്കുരുതികളാണ് നടക്കുന്നത്. 5 മുതൽ 7 ലക്ഷം പേരെയാണ് അതേ ദിവസം അവിടെ കൊന്നു തള്ളുന്നത്. അന്ന് ബൈത്തുൽ മുഖദ്ദസിൻ്റെ സമീപത്ത് കൂടെ ഞെരിയാണിക്കൊപ്പം രക്തം തളം കെട്ടിക്കിടക്കുന്ന വളരെ മൃഗീയമായ രക്തഗന്ധങ്ങൾ മുഴുവനും വായുവിൽ തളം കെട്ടി നിൽക്കുന്ന, തൻ്റെ മുന്നിലൂടെ കാണുന്ന സ്ത്രീകളെയും പുരുഷരെയും കുട്ടികളെയും ഒന്നുമില്ലാതെ കുട്ടികളെയൊക്കെ മതിലിലടിച്ചു കൊല്ലുന്ന, എത്രയോ നിസ്സീമമായ, എത്രയും രക്തരോക്ഷിതമായ ഒരുപാട് അധ്യായങ്ങൾക്കാണ് ആ കുരിശുദ്ധത്തിൻ്റെ വേളയിൽ ചരിത്രം സാക്ഷിയാവുന്നത്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട രംഗങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഈ പ്രദേശം കീഴ്പ്പെടുത്തിയത് എന്ന് നമ്മൾ പഠിക്കണം. അതേ ചാപ്റ്ററിൽ വെച്ച് തന്നെയാണ് പിന്നീട് കുരിശ് സേനാനികൾ ഈ പ്രദേശം കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വായിക്കണം. വർഷങ്ങൾക്ക് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി എന്ന ദ ഗ്രേറ്റ് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് യൂറോപ്യൻസ് പോലും വിശദീകരിച്ച ആ സലാഹുദ്ദീൻ അയ്യൂബി ഈ പ്രദേശം എങ്ങനെയാണ് വീണ്ടും തിരിച്ചു പിടിക്കുന്നത് എന്ന ചരിത്രം നമ്മൾ വായിക്കണം. ഒരേ ലേബലിൽ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസിൽ നടക്കുന്ന ആ അത്രയും അധ്യായങ്ങളെ ഒരേ ചാപ്റ്ററിൽ വെച്ച് നമ്മൾ ഒരേ കണ്ണോടുകൂടെ വായിക്കുമ്പോഴാണ് ഇവിടെ ആര് ഇരയായിരുന്നു എന്നും ആര് വേട്ടക്കാരനായിരുന്നു എന്നും നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ കുരിശുദ്ധ സമയത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ഇസ്ലാമിക ലോകത്ത് ഉയർന്നു വരുന്നത്. അത് ഇമാദുദ്ദീൻ സങ്കി എന്നറിയപ്പെടുന്ന, വളരെ മനോഹരമായിട്ട് ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത രംഗങ്ങളിലൂടെ കൈകാര്യം ചെയ്യുന്ന ഇമാദുദ്ദീൻ സങ്കി അവിടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. വളരെ ധീരനായിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. തുർക്കിയിലെ സെൽജൂക്കിയുടെ നേതാവായിരുന്നു. ഇങ്ങനെ അവരെ എന്ത് ചെയ്യുന്നു, റൂഹ എന്ന പ്രദേശം, ഇങ്ങനെ കുരിശു പടയാളികൾ ഇവരെ മുസ്ലിം പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്തി വരുന്ന സമയത്താണ് ഇവർ റൂഹ എന്ന പ്രദേശം തിരിച്ചു പിടിക്കുന്നത്. അത് വളരെ വലിയ പ്രതീക്ഷകളാണ് മുസ്ലിം ലോകത്തിന് നൽകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിങ്ങനെ പോകുമ്പോൾ ഇമാദുദ്ദീൻ സങ്കിയുടെ ഉയർത്തെഴുന്നേൽപ്പും ഈ റൂഹ പ്രദേശത്തിൻ്റെ തിരിച്ചുപിടിച്ചിലൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ വലിയ ആത്മവിശ്വാസം മുസ്ലിം ലോകത്തിന് നൽകുകയാണ്. മാത്രമല്ല ഇത് യൂറോപ്പിന് വളരെ വലിയ തിരിച്ചടി നൽകി. ഇങ്ങനെ മുസ്ലിം ലോകത്തു നിന്ന് വീണ്ടും മറ്റൊരു നേതാവ് ഉയർത്തെഴുന്നേറ്റതും അവരെ ഈ റൂഹ എന്ന പ്രദേശം കീഴ്പ്പെടുത്തിയതൊക്കെ അവരെ വളരെയധികം ചൊടിപ്പിക്കുന്നുണ്ട്. അതോടുകൂടെ അവർ മറ്റൊരു യുദ്ധത്തിന് കൂടെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതേ സമയത്ത് തന്നെയാണ് ഈ ഇമാദുദ്ദീൻ സങ്കിയെ ഈജിപ്തിലുണ്ടായിരുന്ന ഷിയാക്കൾ ഒറ്റിക്കൊടുത്തുകൊണ്ട് അവർ വധിച്ചു കളയുകയാണ്. ഷിയാക്കൾ നമ്മൾ പറഞ്ഞു, മുസ്ലിം ലോകത്തുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഐക്യങ്ങൾ തന്നെയാണ് എപ്പോഴും പ്രശ്നമായിട്ടുള്ളത്. അങ്ങനെ ഈ ഷിയാക്കൾ വധിച്ചു. അതേ സമയത്ത് തന്നെ ഈ ഇമാദുദ്ദീൻ സങ്കിയുടെ മകനായിരുന്ന നൂറുദ്ദീൻ സങ്കി അടുത്തൊരു താരോദയം അവിടെ ഉദയം ചെയ്യുകയാണ്. ഒരു നേതാവ് നഷ്ടപ്പെടുമ്പോഴേക്കും നമ്മുടെ ഉമ്മത്തിനെ നയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു നേതാവ് അവിടെ ഉദയം ചെയ്യുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈ ഇമാദുദ്ദീൻ സങ്കിയെ ഷിയാക്കൾ വധിച്ചതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന നൂറുദ്ദീൻ സങ്കി, അദ്ദേഹേക്കാൾ ധീരനായ ശൂരനായിരുന്ന അദ്ദേഹം അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം വളരെ ത്യാഗിയായിരുന്നു എന്നുള്ളതാണ്. വളരെ വലിയ പണ്ഡിതനായിരുന്നു. ഇസ്ലാമിക ലോകത്ത് വളരെ വലിയൊരു ത്യാഗോജ്ജലമായ പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ മാന്തിക്കൊണ്ട് ആ പുണ്യഗേഹത്തെ, ആ പുണ്യ ശരീരത്തെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാൻ ചില ക്രിസ്ത്യൻ ആളുകൾ ശ്രമിക്കുകയും അവരതിനു വേണ്ടി പദ്ധതിയിടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ നൂറുദ്ദീൻ സങ്കിക്ക് ഒരു ദിവസം സ്വപ്നത്തിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മക്കയിലുണ്ടായിരുന്ന അവിടുത്തെ അധികാരികൾക്ക് നൂറുദ്ദീൻ സങ്കി ഈ വാർത്തകൾ കൈമാറുന്നു. അദ്ദേഹം സ്വപ്നം കണ്ടത് കൈമാറുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ മുഴുവനും പരിശോധിക്കുമ്പോഴാണ് അവിടെ തൊട്ടടുത്ത് നിന്നിരുന്നൊരു വീട്ടിൽ മുസ്ലിങ്ങളുടെ വേഷം ധരിച്ചുകൊണ്ട് കുറച്ച് ക്രിസ്ത്യൻ ആളുകൾ റൗളയിലേക്ക് തുരങ്കം സൃഷ്ടിച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ ശരീരം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നതൊക്കെ ആ രംഗങ്ങളിലൊക്കെ പ്രസിദ്ധനായ നൂറുദ്ദീൻ സങ്കിയാണ് പിന്നീട് അവിടേക്ക് അധികാര കസേരയിലേക്ക് പിന്നീട് പ്രതിഷ്ഠനാകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുരിശുദ്ധ പടയാളികൾ നശിപ്പിച്ച ബൈത്തുൽ മുഖദ്ദസിലെ മിമ്പർ, കുരിശുദ്ധ വേളയിൽ ഈ കുരിശു സൈന്യക്കാർ വന്നുകൊണ്ട് അവിടുത്തെ മിമ്പർ കുരിശുദ്ധക്കാർ പടയാളികളോട് നശിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ പകരം പ്രതിഷ്ഠിക്കാൻ വേണ്ടി വളരെ വലിയൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു മനോഹരമായ മിമ്പർ പണിയുന്നുണ്ട്.
ആ മിമ്പർ എന്നാണോ ഈ നാടും മുസ്ലിങ്ങളുടെ കീഴിൽ വരുന്നത് അന്ന് അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള മിമ്പർ വർഷങ്ങൾക്ക് മുൻപേ ഈ നൂറുദ്ദീൻ സംഘി പണിത് വെക്കുകയാണ്. അങ്ങനെ കുരിശുയുദ്ധ പടയാളികൾ അവർ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? ഈജിപ്തായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഷിയാക്കൾ എന്ത് ചെയ്യുന്നു? അതേ ഈ നൂറുദ്ദീൻ സംഘിയുടെ സഹായം ചോദിക്കുന്നുണ്ട്. കാരണം അന്ന് അവർ വളരെ പവർലെസ് ആയിരുന്നു. ഷിയാക്കൾക്ക് അവിടെ ഈജിപ്തിൽ വളരെ ശക്തിയൊന്നുമില്ല. മറിച്ച് കുരിശ് സേന വളരെയധികം പൂർണ്ണായുധ സജ്ജരായിട്ടാണ് അവിടേക്ക് കീഴടക്കാൻ വരുന്നത്. അദ്ദേഹം നൂറുദ്ദീൻ സംഘിയോട് ഇവരെ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. നൂറുദ്ദീൻ സംഘി അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന അസദുദ്ദീൻ ഷിർക്കുവിൻ്റെ കീഴിലുള്ള ഒരു സൈന്യത്തെ അവിടേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അസദുദ്ദീൻ ഷിർക്കുവിൻ്റെ കീഴിലുള്ള വളരെ വലിയ ആ സൈന്യം ഇവർ കുരിശി പടയാളികളെ തുരത്തി ഓടിച്ചുകൊണ്ട് ഈജിപ്ത് സംരക്ഷിച്ച് തന്നെ നിർത്തുന്നുണ്ട്. ആ അസദുദ്ദീൻ ഷിർക്കുവിൻ്റെ കീഴിലുള്ള സൈന്യത്തിൽപ്പെട്ട ഒരു ധീരനായ പോരാളിയായിരുന്നു കാലങ്ങൾക്ക് പിന്നീട് വീണ്ടും വീണ്ടും അറിയപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ, മുസ്ലിം വിശ്വാസങ്ങൾക്കിടയിൽ ധീരനായി നമ്മൾ വാഴ്ത്തുന്ന സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന ഒരു മനോഹരമായ അധ്യായം അവിടെ തുടങ്ങുകയാണ്. സ്വലാഹുദ്ദീൻ അയ്യൂബി ഈ അസദുദ്ദീൻ ഷിർക്കുവിൻ്റെ സൈന്യത്തിലെ ഒരു പടയാളിയായിരുന്നു. പിന്നീട് ആ ഈജിപ്ത് കീഴ്പ്പെടുത്തിയോടുകൂടെ ഈ അസദുദ്ദീൻ ഷിർക്കു അവിടെ മന്ത്രി പദവിയിൽ നിൽക്കുന്നു. അങ്ങനെ യുദ്ധം വിജയിച്ചോടുകൂടെ അങ്ങനെ മന്ത്രി പദവിയായി. പിന്നീട് ഈ അസദുദ്ദീൻ്റെ മരണശേഷം അവിടെ സൈന്യത്തിലുണ്ടായിരുന്ന സ്വലാഹുദ്ദീൻ അയ്യൂബി ഈജിപ്തിലെ മന്ത്രിയാവുന്നു. പിന്നീട് അവിടുത്തെ രാജാവിൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് സ്വലാഹുദ്ദീൻ അയ്യൂബി ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിട്ട് മാറുകയാണ്. മാത്രമല്ല ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണാധികാരിയായിട്ട് തന്നെ പിന്നീട് സ്വലാഹുദ്ദീൻ അയ്യൂബി വാഴ്ത്തപ്പെടുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഈജിപ്തിൽ സുന്നി വിശ്വാസപ്രകാരം അവിടെ തിരിച്ചു വരികയാണ്. അത് അത്രയും കാലം അവിടെ ഷിയാക്കളായിരുന്നു ഭരിച്ചിരുന്നത്. സ്വലാഹുദ്ദീൻ അയ്യൂബി ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടെ എന്ത് ചെയ്യുന്നു? അവിടെ സുന്നീസം തിരിച്ചു വരുന്നുണ്ട്. മാത്രമല്ല നൂറുദ്ദീൻ സംഘിയുടെ മരണത്തിന് ശേഷം ഒരുപാട് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടക്കുകയാണ്. വീണ്ടും മുസ്ലിം സമൂഹത്തിനിടയിൽ ഐക്യം നഷ്ടപ്പെടുന്നു. പരസ്പരം പോരാട്ടങ്ങൾ നടക്കുന്നു. പരസ്പരം ഒറ്റിക്കൊടുക്കലൊക്കെ സംഭവിക്കുന്നുണ്ട്. സ്വലാഹുദ്ദീൻ അയ്യൂബി മറ്റൊരു പരിശ്രമത്തിന് പിന്നീട് മുതിരുന്നത് 20 വർഷക്കാലം, തൻ്റെ ജീവിതത്തിൽ 20 വർഷക്കാലം അദ്ദേഹം ശ്രമിക്കുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ നൂറുദ്ദീൻ സംഘിയുടെ മരണത്തിന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഐക്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം 20 വർഷക്കാലം വളരെ വലിയൊരു കാലഘട്ടം തന്നെ അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നത് ഈ ഒരു ഐക്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾക്കിടയിൽ എന്നാണോ നമ്മുടെ ഐക്യം നഷ്ടപ്പെടുന്നത് അന്ന് നമ്മൾ പരാജയപ്പെടുന്നു എന്നാണ് ചരിത്രം മുഴുവനും നമ്മോട് പറയുന്നത്. ഇന്നും നമ്മൾ ഈ പാഠങ്ങളൊക്കെ വായിക്കണം എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ മുന്നിൽ വെക്കാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അങ്ങനെ ആ 20 വർഷക്കാലം അദ്ദേഹം ഒരുപാട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? കത്തുകൾ കൊടുത്തയക്കുന്നു. ആത്മീയമായിട്ട് വളരെ വലിയ ഉയർച്ചകൾ ഇദ്ദേഹമായി സാധ്യമാക്കുന്നുണ്ട്. ഒരു ദിവസം യുദ്ധത്തിന് പോകുമ്പോൾ, ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്താനുള്ള യുദ്ധത്തിന് അദ്ദേഹം പുറപ്പെടുമ്പോൾ രാത്രി അദ്ദേഹം ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ രാത്രി ടെൻറ്റുകളിലൊന്നും വെളിച്ചം കാണാനില്ല. രാത്രി ടെൻറ്റുകളിലൊന്നും വെളിച്ചം കാണാനില്ലാത്ത സമയത്ത് അദ്ദേഹം ആ ടെൻറ്റുകളിലേക്ക് ചെന്ന് പറയുന്നുണ്ട്, നമുക്ക് യുദ്ധത്തിന് പോകാൻ സമയമായിട്ടില്ല. രാത്രി നിസ്കരിക്കുന്ന ആളുകളില്ലാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും നമ്മൾ ഈ യുദ്ധത്തിന് പോകാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് ഈ നിസ്കാരവും തഹജ്ജുദും ഒക്കെ നിങ്ങൾ വീണ്ടും ആരംഭിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോരാടാൻ പാടുള്ളൂ എന്ന് സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്ക് അവസരത്തിൽ പഠിക്കുന്ന പാഠങ്ങൾ ഒരുപാടുണ്ട്. കാരണം രാത്രി നിസ്കാരവും തഹജ്ജുദും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉയർച്ചയിലും ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നിങ്ങൾ രാത്രിയിൽ അതിലേക്ക് അടുത്ത് വരുന്ന ആളുകളെ വേണ്ടിയിട്ട് അള്ളാഹു കാത്തിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിലേക്ക് എണീറ്റ് ആ രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യങ്ങൾക്കൊക്കെ കാരണമാകുന്ന ഒരു വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് ഈ രാത്രി നിസ്കാരം. അങ്ങനെ സ്വലാഹുദ്ദീൻ അയ്യൂബി അവർ ആത്മീയമായിട്ട് കൂടെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ എല്ലാ പടയാളികളടക്കം എല്ലാവരും രാത്രിയൊക്കെ തഹജ്ജുദിനൊക്കെ എണീക്കുകയൊക്കെ ചെയ്യുന്ന കാലത്താണ് പിന്നീട് അവർ ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. അന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്ത് വെറും 12,000 ആളുകൾ മാത്രമാണ്. അതേ സമയത്ത് മറുപുറത്ത് 63,000 വരുന്ന വളരെ വലിയ സൈന്യത്തുമായിട്ടാണ് ഹിത്തീൻ യുദ്ധം നടക്കുന്നത് 1187. അങ്ങനെ ആ ഹിത്തീൻ യുദ്ധത്തിൽ സ്വലാഹുദ്ദീൻ അയ്യൂബിക്ക് കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധത്തിൽ സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ത് ചെയ്യുന്നു? 91 വർഷങ്ങൾക്ക് ശേഷം 1178 സെപ്റ്റംബർ 20 583 റജബ് 27 സ്വലാഹുദ്ദീൻ അയ്യൂബിക്ക് മുന്നിൽ ആ പ്രദേശം കീഴ്പ്പെടുകയാണ്. അങ്ങനെ ഒരൊറ്റ തുള്ളി രക്തം പോലും ചിന്താതെ ആ പ്രദേശം സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാൽ കീഴിലേക്ക് വരികയാണ്. എങ്ങനെയായിരുന്നു ഈ നാടവർ തിരിച്ചു പിടിച്ചതെന്ന് ഓർക്കണം. കുരിശുദ്ധ പടയാളികൾ ഞെരിയാണിക്കൊപ്പം രക്തം ആ നഗരം മുഴുവനും തളം കെട്ടി നിൽക്കുന്ന തരത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുഴുവനും കൊന്ന് അവരുടെ പച്ചമാംസം വേവിച്ച് തിന്നുന്ന മൃഗീയമായ വേട്ടയാടലുകൾ നടക്കുന്ന, കുഞ്ഞുങ്ങളെ മതിലിലടിച്ച് തലക്കെടുത്തി കൊലപ്പെടുത്തുന്ന
തൻ്റെ മുന്നിൽ കാണുന്ന സ്ത്രീകളെയോ പുരുഷരെയോ എന്നൊന്നില്ലാതെ അവരെ ക്രൂരമായി പീഡിപ്പിച്ച് അങ്ങനെ അത്രയും നിസ്സീമമായ പീഡനങ്ങൾക്ക് ശേഷമാണ് കുരിശു പടയാളികൾ ഈ പ്രദേശം കീഴ്പ്പെടുത്തുന്നത്. 91 വർഷങ്ങൾക്ക് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി ഈ പ്രദേശം കീഴ്പ്പെടുത്തുമ്പോൾ ഒരൊറ്റ രക്തം പോലും ചിന്താതെയാണ് ആ പ്രദേശം കീഴ്പ്പെടുത്തുന്നത്. മാത്രമല്ല ആളുകളൊക്കെ കാത്തിരിക്കുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബി വരുമ്പോൾ നമ്മളെല്ലാവരെയും കൊന്നുകളയും, അവരെ അങ്ങനെയാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്തത്, അതുപോലെ കൊല്ലപ്പെടാൻ വേണ്ടി ആളുകൾ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് സലാഹുദ്ദീൻ അയ്യൂബി വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായിട്ട് ഈ മണ്ണിൽ തന്നെ ജീവിക്കാമെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാ മതവിശ്വാസികൾക്കുമുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് അവിടെ. എങ്ങനെയാണ് സലാഹുദ്ദീൻ അയ്യൂബിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവിടെ സാധിക്കുന്നത്? അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. ഫത്ഹ് മക്കയുടെ വേളയിൽ വരുമ്പോൾ ആട്ടിയോടിച്ച, പട്ടിണിക്കിട്ട, പീഡിപ്പിച്ച മനുഷ്യരുടെ മുന്നിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവായിട്ട് ജനിച്ച മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ച അതേ മനുഷ്യരുടെ മുന്നിലാണ് സ്വഹാബത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നീട്ടി നിൽക്കുമ്പോൾ മക്ക ഖുറൈശികളും അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ വധിച്ചു കളയുമെന്ന്. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും മാപ്പ് കൊടുത്തിട്ട് അവിടെ തന്നെ ജീവിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആ അധ്യായങ്ങളെല്ലാം സലാഹുദ്ദീൻ അയ്യൂബിയുടെ മുന്നിലുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി അവർക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്നു, അവരവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നൽകുന്നു, അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് മുസ്ലിം ഭരണാധികാരികൾ മറ്റു മതക്കാരോട് അവിടെ ട്രീറ്റ് ചെയ്തതെന്ന പാഠങ്ങൾ നമ്മൾ പഠിക്കണം. യൂറോപ്യൻസ് പോലും ഈ ഒരു ഏടിനെ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കാൻ നമുക്ക് കാണാം. സലാഹുദ്ദീൻ ദി ഗ്രേറ്റ് എന്നാണ് സലാഹുദ്ദീൻ അയ്യൂബി അവർ വിശേഷിപ്പിക്കുന്നത്. കാരണം അവർക്ക് പോലും അവിശ്വസനീയമായിരുന്നു ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് വരുമെന്ന്. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് നൂറുദ്ദീൻ സെങ്കി നിർമ്മിച്ചു വെച്ച ആ മിമ്പർ ഈ കീഴടക്കലിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി ഇവിടെ വന്ന് പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഈ വാർത്തയറിഞ്ഞതോടുകൂടെ യൂറോപ്പ് നടുങ്ങുന്നുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി ഈ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി എന്ന വാർത്ത അറിഞ്ഞിട്ട് മുസ്ലിം സൈന്യങ്ങളും ഈ സലാഹുദ്ദീൻ അയ്യൂബിയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ജൂതർക്ക് എല്ലാവിധ അവകാശങ്ങളും വകവെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. ജൂതരെ എന്നും സംരക്ഷിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളായിരുന്നു. ജൂതർ അവരുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് മുസ്ലിം സ്പെയിന് നിലവിലുണ്ടായിരുന്ന സമയത്താണ്. മുസ്ലിം സ്പെയിനിലായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ നൽകിയും അവരുടെ എല്ലാവിധ ഉന്നമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിരുന്നത് മുസ്ലിം സ്പെയിന് നിലവിലുണ്ടായിരുന്ന കാലം. അതിനുശേഷം ഒട്ടോമൻ സാമ്രാജ്യം വന്നപ്പോഴും അവരെ സംരക്ഷിക്കുകയായിരുന്നു. അവരെ എല്ലാ വിധത്തിലും സംരക്ഷിച്ചിരുന്നത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നു. അതിന് മുൻപ് വന്ന ക്രിസ്ത്യൻസൊക്കെ അവരെ ആട്ടിയോടിച്ച് അവരുടെ നാടുകളിൽ നിന്ന് ആട്ടിയോടിച്ച കഥകൾ മാത്രമാണ് പറയാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരെ എന്നും സംരക്ഷിച്ച കഥകൾ മാത്രമാണ് ചരിത്രത്തിൽ നമുക്ക് പറയാനുള്ളത്. ശേഷം അവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് 1896 നമ്മൾ പറഞ്ഞു യൂതരെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല, നമ്മൾ എതിർക്കുന്നത് സയണിസ്റ്റുകളെയാണ്. ആ മതത്തിൻ്റെ പേര് പറഞ്ഞ് നിരീശ്വരവാദികളായിട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദികളാണ് സയണിസ്റ്റുകൾ. 1896 തിയോഡർ ഹെർസൽ എന്ന വ്യക്തി ഈ ഒരു സ്വന്തമായി അവർക്കൊരു ജൂതരാഷ്ട്രം വേണം എന്ന വാദം സ്ഥാപിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കാനൊക്കെ തുടങ്ങി. അവരെയാണ് നമ്മൾ എതിർക്കുന്നത്. സത്യത്തിൽ അവർ ജൂതരല്ല, അവർ ആ മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന നിരീശ്വരവാദികളാണ്, തീവ്രവാദികളാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ കാണുന്നത്. സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കുന്ന ഹിന്ദു മതത്തിൻ്റെ പേരിൽ ഇവിടെ ഫാഷിസ്റ്റുകളും തീവ്രവാദികളും RSSകാരൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവരെയാണ് നമ്മൾ എതിർക്കുന്നത്. നമ്മളൊരിക്കലും ഒരു മതത്തെയും എതിർക്കുന്നില്ല. ആ മതങ്ങളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കഥകൾ മാത്രമാണ് നമുക്കെന്നും പറയാനുള്ളത്. ശേഷം ജൂതർ തന്നെ ഇവരെതിർക്കുന്നുണ്ട്. ഈ സയൻസ് തിയോഡർ ഹെർസൽ ഈ ഒരു വാദവുമായി വന്ന അവസരത്തിൽ ജൂതർ തന്നെ ഇവരെതിർക്കുന്ന സംഭവങ്ങളാണ് ഉടനീളം നമ്മൾ കാണുന്നത്. ഇന്നും ജൂതരാഷ്ട്രം വേണമെന്ന് പറയുന്ന ആളുകളെ, സയനിസ്റ്റുകളെ എതിർക്കുന്ന ജൂതരെ നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അതിന് കാരണങ്ങളുണ്ട്. കാരണം പിന്നീട് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഹിറ്റ്ലർ ഭരിക്കുന്ന ജർമ്മനിയിൽ അവിടെ ഉണ്ടായിരുന്ന 50 ലക്ഷം ജൂതരെയാണ് ഹിറ്റ്ലറിൻ്റെ നാസികൾ കൊല ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അന്ന് ഈ ഒരുപാട് ആളുകൾ തിയോഡർ ഹെർസലിൻ്റെ സയനിസ്റ്റ് വാദങ്ങളെ ജൂതർ തന്നെ എതിർത്തപ്പോൾ ഇവിടെ ഈ ഹിറ്റ്ലർ ഒരുപാട് ജൂതരെ കൊല ചെയ്യാനും തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഈ സയനിസ്റ്റുകൾ നാസികളുടെ കൂടെ നിന്ന് കൊടുത്തു.
അവരുടെ ഒത്താശ ചെയ്തുകൊണ്ട് ജൂതരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൂടെ നിന്നു. അങ്ങനെ ഒരുപാട് പേരെ ഇവിടെ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾ ഇവർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം വേണമെന്ന അവകാശവാദം ഉന്നയിക്കും എന്നൊരു പ്രതീക്ഷയുടെ മേലായിരുന്നു. അവരുടെ പ്ലാനിങ്ങളൊക്കെ ഫലം കണ്ടു. ആളുകൾ ഒരുപാട് പേരെന്ത് ചെയ്തു? ഫലസ്തീനിലേക്ക് കുടിയേറാൻ തുടങ്ങി. ജർമ്മനിയിൽ അന്ന് 50 ലക്ഷം ജൂതരെ കൊല ചെയ്തതോടുകൂടെ തന്നെ ആളുകൾ ഈ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. സയനിസ്റ്റുകളുടെ ഒരു വക്രബുദ്ധിയും അവർ നാസികളുടെ കൂടെ നിന്നിട്ട് ഒത്താശ ചെയ്ത് കൊടുത്ത ഒരുപാട് പ്രവർത്തികളാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഓരോരുത്തരും ഫലസ്തീനിലേക്ക് കുടിയേറാൻ തുടങ്ങി. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ജൂതരെയല്ല എതിർക്കുന്നത്, നമ്മൾ ഇതുപോലെയുള്ള ഫാസിസ്റ്റുകളെ, സയനിസ്റ്റുകളെയാണ് നമ്മൾ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1897 ഉസ്മാനി ഖിലാഫത്തിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ എന്ന രാജാവിൻ്റെ കഥയുണ്ട്. അവിടെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ് ആ ഖലീഫയും ഇസ്ലാമിക സാമ്രാജ്യമൊക്കെ. ഒരുപാട് കടക്കടിയിൽപ്പെട്ട് സാമ്പത്തികമായി അസ്ഥിരമായിട്ട് ആ പ്രദേശം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സയനിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നിങ്ങൾ ആ ഫലസ്തീൻ ഞങ്ങൾക്ക് തരണം, വെറുതെ വേണ്ട, 150 കോടി പൗണ്ട് എന്ന വലിയ സംഖ്യ, അദ്ദേഹത്തിൻ്റെ എല്ലാ കടങ്ങളും വീട്ടാൻ പോകുന്ന അത്രയും ഭീമാകരമായ ഒരു സംഖ്യയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഓഫറായിട്ട് അവർ വെച്ചു കൊടുക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി ഇന്നും ചരിത്ര രേഖകളിൽ സ്തംഭലിപികൾ ഉല്ലേഖനം ചെയ്തതാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ശ്വാസം നിലക്കുന്നിടത്തോളം കാലം, എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നിടത്തോളം കാലം അവിടെ നിന്ന്, ആ പ്രദേശത്ത് നിന്ന് ഒരു തരി മണ്ണ് പോലും ഞാൻ നിങ്ങൾക്ക് എഴുതി തരില്ല. കാരണം അത് എൻ്റേതല്ല, അത് റബ്ബിൻ്റേതാണ്. അതിനുവേണ്ടി പോരാടി മരിച്ച ഒരുപാട് മനുഷ്യരെ രക്തമുണ്ട് ആ മണ്ണിൽ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും ഞാൻ നിങ്ങൾക്ക് എഴുതി തരില്ല എന്നതാണ് അബ്ദുൽ ഹമീദ് അവരോട് പറയുന്ന മറുപടി. ശേഷം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടൻ നടത്തുന്ന വലിയൊരു ചതിയുടെ കളി അവിടെ നടക്കുന്നുണ്ട്. അതിൽ ബ്രിട്ടനുകാർ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സയനിസ്റ്റുകളെ സമീപിക്കുന്നു. എന്നിട്ട് അവരോട് ഓഫർ ചെയ്യുന്നത്, ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? യുദ്ധത്തിന് ശേഷം ആ ഫലസ്തീൻ നിങ്ങൾക്ക് തരാം. അതെന്തിനായിരുന്നു? ബ്രിട്ടനിൽ അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് സമ്പന്നരായ ജൂതരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി. അതുവഴി 2ാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരുപാട് സാമ്പത്തികമായ സഹായങ്ങൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി ഈ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന സമ്പന്നരായ ജൂതരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഫലസ്തീൻ ജൂതർക്ക്, സയനിസ്റ്റുകൾക്ക് നൽകാമെന്ന ഒരു വാക്ക് അവരവിടെ നൽകുകയാണ്. ആ ബ്രിട്ടനിലുണ്ടായിരുന്ന സമ്പന്നരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു അത്. യുദ്ധത്തിന് അവർ ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നു. അങ്ങനെ 1917 നവംബർ 2 ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയായിരുന്ന ആർതർ ബാൽഫർ എഴുതി കൊടുത്ത സയനിസ്റ്റ് നേതാവായ വാൾട്ടർ റോഡ്സ്, വളരെ സമ്പന്നനായ വാൾട്ടർ റോഡ്സിന്, ഇന്ന് ബാങ്കിങ് സിസ്റ്റമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബമായി ബന്ധപ്പെട്ട് അത്രയും വളരെ സമ്പന്നനായ മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത്, യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയൊന്നും വേണ്ട, പക്ഷേ ആ പ്രദേശം ഞങ്ങൾക്ക് തരണം എന്ന ഒരു ഉറപ്പിൻ്റെ മേലിൽ ആ പ്രദേശം ആർതർ ബാൽഫർ എന്ത് ചെയ്യുന്നു? ഈ സയനിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കരാർ എഴുതി കൊടുക്കുന്നു. അന്ന് ബാൽഫർ എഴുതി കൊടുത്തത് ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്ന ആ 67 വേർഡ്സ് ഉള്ള ആ ലെറ്റർ, ആ കത്താണ് ഇന്നും ആ ജൂതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി സയനിസ്റ്റുകൾക്ക് ആ ദേശം വിട്ടുകൊടുത്തതിന് വേണ്ടിയിട്ട് അവർ മുറവിളി കൂട്ടുന്ന ആ ഉടമ്പടി, ബാൽഫർ ഡിക്ലറേഷൻ. സ്വന്തം നാടല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ ഒരു പ്രദേശം മറ്റൊരാൾ വന്നുകൊണ്ട് വേറൊരാൾക്ക് എഴുതി കൊടുക്കുന്ന ആഭാസകരമായ, വളരെ വൃത്തികെട്ട നീചമായ പ്രവൃത്തിയാണ് ബ്രിട്ടൻ അവിടെ അന്ന് നടത്തുന്നത്. അതിൽ ഏറ്റവും നെറികെട്ട സ്വഭാവം അവിടെ അവർ പുറത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് തുർക്കിയിലെ ഒട്ടോമൻ മുസ്ലിങ്ങളും അറേബ്യൻ മുസ്ലിങ്ങളും ഒരു സ്വരച്ചേർച്ചയിലായിരുന്നു. അവർ പരസ്പരം വിരുദ്ധരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് അവർ ഒരുമിച്ച് നിൽക്കുകയും ബ്രിട്ടനെ ഒരു വേള പരാജയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അത് ഈ ബ്രിട്ടനെ നടക്കുന്നു. അതേസമയം അവരെന്ത് ചെയ്യുന്നു? അറേബ്യയിലെ മുസ്ലിങ്ങളുടെ നേതാവായിരുന്ന ഷെരീഫ് ഹുസൈനെ പോയി കാണുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഈ ഒട്ടോമൻകാരെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഫലസ്തീനിലെ അധികാര കേന്ദ്രങ്ങളെ നിങ്ങൾക്ക് നൽകാമെന്ന് അറേബ്യയുടെ അന്ന് ഭരണാധികാരിയായിരുന്ന, മദീനയുടെയൊക്കെ ഭരിച്ചിരുന്ന ഷെരീഫ് ഹുസൈന് അവർ വാഗ്ദാനം നൽകുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് അതേ സയനിസ്റ്റുകൾക്ക് എഴുതി കൊടുത്തതാണ്. മാത്രമല്ല, റഷ്യക്ക് തുർക്കിയും ഫ്രാൻസിന് സിറിയയും സയനിസ്റ്റുകൾക്ക് ഫലസ്തീനൊക്കെ എഴുതി കൊടുത്ത റിട്ടേൺ ഡോക്യുമെൻറ്റുകൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഷെരീഫ് ഹുസൈനെ വന്ന് പറ്റിക്കുകയാണ്. നിങ്ങൾ യുദ്ധത്തിൽ തുർക്കികൾക്കെതിരെ ഞങ്ങളോട് കൂടെ നിന്ന് പോരാടി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഫലസ്തീൻ നിങ്ങൾക്ക് തരാം. അധികാരമോഹത്തിന് വേണ്ടിയിട്ട് ഷെരീഫ് ഹുസൈൻ അവിടെ വാങ്ങിക്കൊടുക്കുകയാണ്.
നമ്മൾ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്കെതിരെ അവിടെ യുദ്ധം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു മുസ്ലിം സൈന്യത്തെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്, നമ്മുടെ ഐക്യങ്ങൾ എവിടെയാണ് നഷ്ടപ്പെടുന്നത് അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഇന്നും നമ്മൾ എവിടെയെങ്കിലും നമ്മൾക്ക് പരാജയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഐക്യം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം ഐക്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ ഇതിൻ്റെ പേരിലാണ്. അങ്ങനെ ഈ ഷെരീഫ് ഹുസൈൻ എന്ത് ചെയ്യുന്നു? തുർക്കികൾക്കെതിരെ പോരാടുന്നു, ബ്രിട്ടൻ്റെ കൂടെ നിന്നിട്ട്. അങ്ങനെ തുർക്കികളെ പരാജയപ്പെടുത്തിയിട്ട് ബ്രിട്ടൻ 1917 ഡിസംബർ 9 എന്ത് ചെയ്യുന്നു? ബ്രിട്ടൻ ആ പ്രദേശം കീഴ്പ്പെടുത്തുകയാണ്. ഷെരീഫ് ഹുസൈനിൻ്റെ സൈന്യം കൊണ്ടാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒട്ടോമൻകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഇവർ ആ പ്രദേശം കീഴ്പ്പെടുത്തുന്നത്. അന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ട്, ഇന്നാണ് കുരിശ് യുദ്ധം അവസാനിക്കുന്നത്. അവരുടെ മനസ്സിൽ ആ വേദനകൾ അന്നും നിലനിൽക്കുകയാണ്. ആ വിദ്വേഷവും വെറിയും ഒക്കെ അവർ അന്നും വെച്ച് പുലർത്തുകയാണ്. അങ്ങനെ 1924 ഖിലാഫത്ത് അവസാനിക്കുന്നുണ്ട്. അവസാന ഖലീഫ നാട് വിട്ടു പോകുന്നവർ കൂടെ അന്ന് ഖിലാഫത്ത് അവസാനിക്കുന്നു. അന്ന് 1948 ഈ ജൂതരാഷ്ട്രം സയനിസ്റ്റുകൾക്ക് ബ്രിട്ടീഷുകാർ കൈമാറുന്നത്. ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അതിനെതിർക്കുന്നുണ്ട്, ഇന്ത്യ അടക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മഹാത്മാഗാന്ധി ആ വേളയിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്ത്യ എങ്ങനെയാണോ ഇന്ത്യക്കാരുടേതാകുന്നത് അതുപോലെ തന്നെ അറബുകളുടേതാണ് ആ ഫലസ്തീൻ. നിങ്ങളത് അവർക്ക് വിട്ടു നൽകണമെന്ന് ഗാന്ധിജി അന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ശേഷം വരുന്ന നെഹ്റുവും അതേ നിലപാടായിരുന്നു. പിന്നീട് 2013 ഇസ്രായേൽ അധികാരിയായിരുന്ന ഷാരോണിനെ ആരാണ് ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തുന്നത്? ആ സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരി ആരായിരുന്നു എന്ന ചരിത്രം നമ്മൾ പഠിക്കണം. പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്ന വേള നമ്മൾ പഠിക്കണം. ഇന്ത്യ ഫലസ്തീന് കൂടെ നിന്നിരുന്ന ഒരു മതേതരമായ ഒരു ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നീതിയുടെ പക്ഷത്തായിരുന്നത്. അത് എന്നാണ് കളങ്കപ്പെട്ടു പോയത്? നമ്മൾ പറഞ്ഞു, നമ്മൾ മതത്തിനെതിരല്ല. ജൂതരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും ഒക്കെ ചേർത്ത് പിടിച്ച സാഹോദര്യത്തിൻ്റെ ചരിത്രമാണ് മുസ്ലിങ്ങൾക്ക് എന്നും പറയാനുള്ളത്. പക്ഷേ മതത്തിൻ്റെ പേരിൽ തീവ്രവാദം നടത്തുന്നവരെയാണ് നമ്മൾ എന്നും എതിർക്കുന്നത്. നമ്മുടെ മതത്തിൻ്റെ പേരിലും നമ്മുടെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തീവ്രവാദം നടത്തുന്ന ഒരുപാട് പേരെ നമ്മൾ അവർക്കും എതിരാണ്. മതത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇങ്ങനെയുള്ള അപക്വമായ തീവ്രവാദ ജടിലമായ ഫാസിസ്റ്റ് സൈഡിസ്റ്റ് വാദങ്ങളെ നമ്മൾ നിരന്തരം എതിർത്തുകൊണ്ടേയിരിക്കും. അതിനെതിരെ നമ്മൾ ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കണം എന്നത് മാത്രമാണ് ഈ വേളയിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ആ മണ്ണ് സയനിസ്റ്റുകൾക്ക് എഴുതി കൊടുക്കുന്നു. അവർ പതിയെ ആ രാഷ്ട്രത്തെ കാർന്ന് തിന്ന് ആ രാഷ്ട്രം മുഴുവനും അവർക്ക് കീഴ്പ്പെടുത്താൻ തരത്തിലേക്ക് അവർ വീഴുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ വർഷം നടത്തുന്ന ഒരു പ്രസംഗത്തിൽ ലോകത്തിൻ്റെ മാപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒരു പറയാതെ പറയുന്ന വാക്കുകളുണ്ട്. ആ മാപ്പിൽ അന്ന് ഫലസ്തീനില്ല, അത് ഇസ്രായേൽ എന്ന ഒറ്റ രാഷ്ട്രമായിരുന്നു. ഈ രാഷ്ട്രത്തെ ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത്. കഴിഞ്ഞ 2 വർഷം മുൻപ് ഒക്ടോബർ 7 ഹമാസിനെതിരെ അവർ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും അന്നും അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഈ ഫലസ്തീനിനെ ലോകത്ത് നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കുമെന്നായിരുന്നു. ഇന്ന് നിങ്ങൾ എടുത്തു നോക്കുക, ലോകത്ത് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക അത് ഫലസ്തീനതാണ്. ഓരോ രാജ്യത്തും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന മഹാറാലികളാണ് ഫലസ്തീന് വേണ്ടിയിട്ട്, അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അവിടെ മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടും പോരാടിക്കൊണ്ടിരിക്കുന്നത്, അവർക്കെതിരെ ഓരോ നിമിഷവും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെയാണോ ഇന്ത്യക്കാരുടേതാകുന്നത് അതുപോലെ ഫലസ്തീൻ അറബുകളുടേതാകുന്ന ഒരു കാലത്തിന് വേണ്ടി ഗാന്ധിജി കാത്തുന്നത് പോലെ ആ കാലം ഒട്ടും വൈകാതെ പുലരുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. യുദ്ധത്തിൻ്റെ വേളകളിൽ നമ്മൾ കാണുന്നുണ്ട്, വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സഹായം നൽകുന്ന ക്യാമ്പുകളിലും ഭക്ഷണം വിതരണം ചെയ്യുന്ന വേളകളിലൊക്കെ ബോംബിട്ടുകൊണ്ട്, സ്കൂളിൽ ബോംബിട്ടുകൊണ്ട്, ഹോസ്പിറ്റലുകളിൽ ആക്രമണം നടത്തിക്കൊണ്ട്, എല്ലാവിധ യുദ്ധമര്യാദകളും കാറ്റിൽ പറത്തി ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിന് കുടപിടിക്കുന്ന അമേരിക്കയുടെ തന്ത്രങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എല്ലാം അവിടെ നടക്കുമ്പോഴും, അങ്ങനെ ഒരു മുസ്ലിം രാഷ്ട്രം അവിടെ പതിയെ ഇല്ലാതാവുമ്പോഴും അതെല്ലാം നോക്കി കൈകെട്ടിയിരിക്കുന്ന അറേബ്യൻ രാഷ്ട്രങ്ങളുടെ സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യ എങ്ങനെയാണോ ഇന്ത്യക്കാരുടേതാകുന്നത് അതുപോലെ ഫലസ്തീൻകാരുടേതാകുന്ന ഒരു കാലം വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മത്തിന് വളരെ വലിയ ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഈമാൻ വിശ്വാസം കൊണ്ട് മാത്രം തീ തുപ്പുന്ന തുപ്പാക്കി കുഴലുകൾക്ക് മുന്നിൽ അവർ അചഞ്ചലമായ അവരുടെ ഈമാൻ ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന അധ്യാപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
ഫലസ്തീൻ ഒരു നാൾ സ്വതന്ത്രമാകും. ആ മണ്ണ് അവരുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാലം നമ്മൾക്ക് മുന്നിലുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ഉമ്മത്തിന് വിജയം നൽകുമാറാകട്ടെ. അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾക്കൊക്കെ പരാജയം നൽകുമാറാകട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.